ജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പ ശരണം, ശ്രീഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശുകളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ, ശ്രീമൂകാംബികാം സദാ, ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ ആവോളം ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വാക്കും ചിന്തയും പ്രവൃത്തിയുമെല്ലാം അനുഗ്രഹമായി തന്നെ ഗുണകരമായി തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നമുക്കുണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ഗർഗഭാഗവത യജ്ഞത്തിന്റെ പ്രഥമ ദിവസമായ ഇന്നത്തെ ദീപാരാധനയ്ക്കുള്ള സമയമാകുകയാണ് യജ്ഞശാലയിൽ. ഈ ഒരു ദിവസം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം ഭംഗിയായിട്ടും മംഗളകരമായിട്ടും ഭഗവത് പാദങ്ങളിൽ ഇത് സമർപ്പിക്കുവാൻ സാധിച്ചത്. ഈ ഒരു വലിയ ഗുണത്തിന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. രാധാദേവി ഭഗവാന്റെ തിരുസന്നിധിയിൽ അവതരിച്ചു. ബലഭദ്രസ്വാമി ഭഗവാന്റെ തിരുസന്നിധിയിൽ അവതരിച്ചു. ശേഷം ഭഗവാൻ തന്നെ അവതരിച്ചു കഴിയുമ്പോൾ അതുവരെ രാധാദേവിയായിരുന്ന ഭഗവതിയെ പിന്നീട് വിളിച്ചത് രാധാറാണി എന്ന, രാധാറാണിയായി മാറി. ഈ ലോകത്തിന് മുഴുവൻ റാണിയായി മാറിയ ഭഗവതിയുടെ സാന്നിധ്യം വളരെയധികം പ്രധാനമായി പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്, അനുഭവിക്കേണ്ടതുണ്ട്, അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഭഗവാന്റെ തിരുവവതാരം ആ യദുകുലത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോ നേരത്തെ കംസന് കിട്ടിയ ഒരു അശരീരി ഉണ്ടായിരുന്നു. ദേവകീ ദേവി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനാകും, അല്ലെങ്കിൽ നിനക്ക് നാശത്തിന് കാരണമാകും എന്ന് പറഞ്ഞു. പക്ഷെ ദേവകീ ദേവി പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടി വന്നു കംസൻ. അങ്ങനെ ആ പെൺകുട്ടിയെ കൊല്ലുവാനായി കയ്യിലെടുത്തപ്പോൾ ആ പെൺകുട്ടി മുകളിലേക്ക് ഉയർന്ന് ദുർഗാ ഭഗവതിയായി മാറിക്കൊണ്ട് പറഞ്ഞത്, നിന്നെ കൊല്ലുവാനുള്ള ആള് ജനിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ സമയത്ത് പ്രസവിച്ചതായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു കളയുവാൻ തീരുമാനമെടുത്തു കംസൻ എന്ന ദുഷ്ട മനോഭാവത്തിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തിത്വം. നമ്മളുടെ എല്ലാം ജീവിതത്തില് ഈ കഥകളിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് എന്ന് ഒന്ന് നോക്കിയാൽ നമുക്കറിയാം. കംസനെ ചിന്തിച്ചാൽ പോലും നമ്മുടെ ഉള്ളിലുമുണ്ട് ഒരു കംസനെ ചിന്തിക്കുന്ന, കംസനെ പോലെ നിൽക്കുന്ന, കംസനായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം. നമ്മളുടെ ജീവിത ശൈലികൾക്കോ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിലോ തടസ്സങ്ങളായി നിൽക്കുന്നത് എത്ര വലിയ ബന്ധുവായിരുന്നാലും, എത്ര വേണ്ടപ്പെട്ടവരായിരുന്നാലും ശരി,
കൊന്നുകളയുവാൻ യാതൊരു മടിയും കാണിക്കാത്തവരായി നമ്മളിൽ മാറുന്നവരുടെ കഥകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ പലപ്പോഴും കണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഏറ്റവും വിലയുള്ളത് നമ്മളുടെ ജീവനാണ്. അപ്പോൾ നമ്മളുടെ ജീവന് വില കൊടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവന് തടസ്സമായി നിൽക്കുന്നത് എന്തായിരുന്നാലും ശരി, അത് നമ്മളുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരെ ഇല്ലായ്മ ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്ത മനോഭാവമുള്ളവരായി മാറിയവരുടെ എത്രയോ പേരുടെ കഥകള് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെയും കംസൻ അതുപോലെ ചെയ്തതേ ഉള്ളൂ. കംസൻ ദുഷ്ടനാണെന്ന് പറയുന്ന നമ്മൾ ഒരാത്മപരിശോധന നടത്തിയാൽ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ കംസന്മാരായി മാറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കഥാപാത്രങ്ങളെ നമുക്ക് നൽകിയത്, കഥകൾ നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് ഈ കഥകളിലൂടെ ആത്മപരിശോധന നടത്തുവാൻ ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു തന്നത്, നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് നാം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം യഥാർത്ഥമായിരിക്കുന്ന ധർമ്മം, യഥാർത്ഥമായിരിക്കുന്ന ജീവിത ബന്ധം എന്താണ് എന്ന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള കൃത്യമായിരിക്കുന്ന ധാരണകള് വേദങ്ങളിൽ പറഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് പ്രാപ്യമാകാതെ വന്നപ്പോൾ അത് ഉപനിഷത്താക്കി കുറെ കൂടി വിപുലമാക്കി നമുക്ക് നൽകി. ഗുരുവിന്റെ അടുക്കൽ ഇരുന്ന് ശിഷ്യൻ തന്റെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടികളായി പറഞ്ഞു കൊടുത്ത 1008ഓളം ഉപനിഷത്തുകളായി നൽകിയപ്പോൾ അവ 108ആയി, അവ പിന്നീട് 10 ഉപനിഷത്ത്, ദശോപനിഷത്തുകളായിട്ടൊക്കെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് നൽകിയപ്പോഴും നമുക്കത് വായിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ പ്രയാസമുണ്ടായിരുന്നു. ഉപനിഷത്തിനകത്ത് എന്താണ് പ്രധാനമായും പറയുന്നത് എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ കുട്ടി തന്റെ ഗുരുവിനോട് യാത്ര ചോദിക്കുമ്പോൾ ഗുരുനാഥൻ പറയുന്നു, നീ പോകുമ്പോൾ നിന്റെ കയ്യിൽ നൽകുവാൻ നിന്റെ കയ്യിൽ ഒരേ ഒരു വലിയ അറിവ് മാത്രമേ ഉള്ളൂ. ഈ അറിവാണ് നിന്റെ ജീവിതത്തിൽ വിജയമായിട്ടുള്ളത്. അത് നിനക്ക് നാളെ ഞാൻ നൽകാം എന്ന് പറഞ്ഞ് ഗുരുനാഥൻ ശിഷ്യനെ മടക്കിയായിരിക്കും. പിറ്റേ ദിവസം ഗുരുനാഥനോട് യാത്ര ചോദിച്ചുകൊണ്ട് അനുഗ്രഹം മേടിക്കുവാനായി വരുന്ന ശിഷ്യനോട് ഗുരുനാഥൻ അടുത്ത് ചെന്ന് പറയും, നീ എന്നും ഓർക്കേണ്ടതായിരിക്കുന്ന ഒരു വാക്യമുണ്ട്, സ്വാധ്യായ മാ പ്രമദ, പഠിപ്പിൽ നിന്ന് നീ ഒരിക്കലും വ്യതിചലിക്കരുത് എന്ന്. നീ ഇവിടെ പഠിച്ച ധർമ്മത്തിന്റെ, സത്യത്തിന്റെയും നീതിയുടെയും എല്ലാ പാഠങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. നമുക്കാർക്കും അറിവില്ലാത്തതല്ല നമ്മളുടെ കുഴപ്പം. നമുക്ക് അറിവുകളുണ്ട്, അത് ചെയ്യരുത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ നമ്മൾ അത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു പലപ്പോഴും. ജീവിതത്തിന്റെ ബന്ധങ്ങളുടെയോ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളുടെ സാഹചര്യത്തിൽ ആ തെറ്റുകൾ ചെയ്യാൻ കാരണക്കാരായി നമ്മൾ മാറുന്നു. അപ്പോൾ അങ്ങനെ കാരണക്കാരായി മാറപ്പെട്ടിട്ടുള്ള നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം കംസനും ചിന്തിച്ചത് നമുക്ക് തുല്യമായിട്ടാണ്. ഉപനിഷത്തിൽ പറഞ്ഞ കാര്യം നമ്മൾക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ വീണ്ടും നമ്മൾ പഴയപടിയായപ്പോ ഋഷീശ്വരന്മാർ എന്ത് ചെയ്തു? അവ 2 കഥകളായി വലുതാക്കി മാറ്റി തന്നു. ഒന്ന്, വിധി നിഷേധങ്ങളുടെ കഥകൾ പറഞ്ഞു തന്ന രാമായണം എന്ന ഇതിഹാസം. പിന്നീട് മറ്റൊരു ഇതിഹാസവും കൂടി നമുക്ക് നൽകി, മഹാഭാരതം എന്ന ഇതിഹാസവും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് 1 അവന്റെ കുടുംബമാണ്, 2 അവന്റെ സമൂഹമാണ്. അപ്പോൾ ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് രാമായണത്തിലൂടെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം.
വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ വാണീ ദോഷമശേഷമാശുകളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ ആവോളം ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വാക്കും ചിന്തയും പ്രവൃത്തിയുമെല്ലാം അനുഗ്രഹമായി തന്നെ ഗുണകരമായി തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നമുക്കുണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ഗർഗഭാഗവത യജ്ഞത്തിന്റെ പ്രഥമ ദിവസമായ ഇന്നത്തെ ദീപാരാധനയ്ക്കുള്ള സമയമാകുകയാണ് യജ്ഞശാലയിൽ. ഈ ഒരു ദിവസം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം ഭംഗിയായിട്ടും മംഗളകരമായിട്ടും ഭഗവത് പാദങ്ങളിൽ ഇത് സമർപ്പിക്കുവാൻ സാധിച്ചത്. ഈ ഒരു വലിയ ഗുണത്തിന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. രാധാദേവി ഭഗവാന്റെ തിരുസന്നിധിയിൽ അവതരിച്ചു. ബലഭദ്രസ്വാമി ഭഗവാന്റെ തിരുസന്നിധിയിൽ അവതരിച്ചു. ശേഷം ഭഗവാൻ തന്നെ അവതരിച്ചു കഴിയുമ്പോൾ അതുവരെ രാധാദേവിയായിരുന്ന ഭഗവതിയെ പിന്നീട് വിളിച്ചത് രാധാറാണി എന്ന. രാധാറാണിയായി മാറി. ഈ ലോകത്തിന് മുഴുവൻ റാണിയായി മാറിയ ഭഗവതിയുടെ സാന്നിധ്യം വളരെയധികം പ്രധാനമായി പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്, അനുഭവിക്കേണ്ടതുണ്ട്, അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഭഗവാന്റെ തിരുവവതാരം ആ യദുകുലത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോ നേരത്തെ കംസന് കിട്ടിയ ഒരു അശരീരി ഉണ്ടായിരുന്നു. ദേവകീ ദേവി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനാകും, അല്ലെങ്കിൽ നിനക്ക് നാശത്തിന് കാരണമാകും എന്ന് പറഞ്ഞു. പക്ഷെ ദേവകീ ദേവി പ്രസവിച്ചത് ഒരു പെൺകുട്ടിയെയാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടി വന്നു കംസൻ. അങ്ങനെ ആ പെൺകുട്ടിയെ കൊല്ലുവാനായി കയ്യിലെടുത്തപ്പോൾ ആ പെൺകുട്ടി മുകളിലേക്ക് ഉയർന്ന് ദുർഗാ ഭഗവതിയായി മാറിക്കൊണ്ട് പറഞ്ഞത്, നിന്നെ കൊല്ലുവാനുള്ള ആള് ജനിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ സമയത്ത് പ്രസവിച്ചതായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു കളയുവാൻ തീരുമാനമെടുത്തു കംസൻ എന്ന ദുഷ്ട മനോഭാവത്തിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തിത്വം. നമ്മളുടെ എല്ലാം ജീവിതത്തില് ഈ കഥകളിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് എന്ന് ഒന്ന് നോക്കിയാൽ നമുക്കറിയാം. കംസനെ ചിന്തിച്ചാൽ പോലും നമ്മുടെ ഉള്ളിലുമുണ്ട് ഒരു കംസനെ ചിന്തിക്കുന്ന, കംസനെ പോലെ നിൽക്കുന്ന, കംസനായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം. നമ്മളുടെ ജീവിത ശൈലികൾക്കോ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിലോ തടസ്സങ്ങളായി നിൽക്കുന്നത് എത്ര വലിയ ബന്ധുവായിരുന്നാലും എത്ര വേണ്ടപ്പെട്ടവരായിരുന്നാലും ശരി, കൊന്നുകളയുവാൻ യാതൊരു മടിയും കാണിക്കാത്തവരായി നമ്മളിൽ മാറുന്നവരുടെ കഥകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ പലപ്പോഴും കണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഏറ്റവും വിലയുള്ളത് നമ്മളുടെ ജീവനാണ്. അപ്പോൾ നമ്മളുടെ ജീവന് വില കൊടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ജീവന് തടസ്സമായി നിൽക്കുന്നത് എന്തായിരുന്നാലും ശരി, അത് നമ്മളുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരെ ഇല്ലായ്മ ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്ത മനോഭാവമുള്ളവരായി മാറിയവരുടെ എത്രയോ പേരുടെ കഥകള് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെയും കംസൻ അതുപോലെ ചെയ്തതേ ഉള്ളൂ. കംസൻ ദുഷ്ടനാണെന്ന് പറയുന്ന നമ്മൾ ഒരാത്മപരിശോധന നടത്തിയാൽ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ
കംസന്മാരായി മാറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കഥാപാത്രങ്ങളെ നമുക്ക് നൽകിയത്, കഥകൾ നമുക്ക് നൽകിയത്. അതുകൊണ്ടാണ് ഈ കഥകളിലൂടെ ആത്മപരിശോധന നടത്തുവാൻ ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു തന്നത് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് നാം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം യഥാർത്ഥമായിരിക്കുന്ന ധർമ്മം, യഥാർത്ഥമായിരിക്കുന്ന ജീവിത ബന്ധം എന്താണ് എന്ന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള കൃത്യമായിരിക്കുന്ന ധാരണകള് വേദങ്ങളിൽ പറഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് പ്രാപ്യമാകാതെ വന്നപ്പോൾ അത് ഉപനിഷത്താക്കി കുറെ കൂടി വിപുലമാക്കി നമുക്ക് നൽകി. ഗുരുവിന്റെ അടുക്കൽ ഇരുന്ന് ശിഷ്യൻ തന്റെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടികളായി പറഞ്ഞു കൊടുത്ത 1008ഓളം ഉപനിഷത്തുകളായി നൽകിയപ്പോൾ അവ 108ആയി, അവ പിന്നീട് 10 ഉപനിഷത്ത്, ദശോപനിഷത്തുകളായിട്ടൊക്കെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് നൽകിയപ്പോഴും നമുക്കത് വായിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ പ്രയാസമുണ്ടായിരുന്നു. ഉപനിഷത്തിനകത്ത് എന്താണ് പ്രധാനമായും പറയുന്നത് എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ കുട്ടി തന്റെ ഗുരുവിനോട് യാത്ര ചോദിക്കുമ്പോൾ ഗുരുനാഥൻ പറയുന്നു, നിനക്ക് നീ പോകുമ്പോൾ നിന്റെ കയ്യിൽ നൽകുവാൻ നിന്റെ കയ്യിൽ ഒരേ ഒരു വലിയ അറിവ് മാത്രമേ ഉള്ളൂ. ഈ അറിവാണ് നിന്റെ ജീവിതത്തിൽ വിജയമായിട്ടുള്ളത്. അത് നിനക്ക് നാളെ ഞാൻ നൽകാം എന്ന് പറഞ്ഞ് ഗുരുനാഥൻ ശിഷ്യനെ മടക്കി അയക്കും. പിറ്റേ ദിവസം ഗുരുനാഥനോട് യാത്ര ചോദിച്ചുകൊണ്ട് അനുഗ്രഹം മേടിക്കുവാനായി വരുന്ന ശിഷ്യനോട് ഗുരുനാഥൻ അടുത്ത് ചെന്ന് പറയും, നീ എന്നും ഓർക്കേണ്ടതായിരിക്കുന്ന ഒരു വാക്യമുണ്ട്, സ്വാധ്യായ മാ പ്രമദ, പഠിപ്പിൽ നിന്ന് നീ ഒരിക്കലും വ്യതിചലിക്കരുത് എന്ന്. നീ ഇവിടെ പഠിച്ച ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും എല്ലാം പാഠങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. നമുക്കാർക്കും അറിവില്ലാത്തതല്ല നമ്മളുടെ കുഴപ്പം. നമുക്ക് അറിവുകളുണ്ട്, അത് ചെയ്യരുത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ നമ്മൾ അത് ചെയ്യാൻ നിർബന്ധിതരാകുന്നു പലപ്പോഴും. ജീവിതത്തിന്റെ ബന്ധങ്ങളുടെയോ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളുടെ സാഹചര്യത്തിൽ ആ തെറ്റുകൾ ചെയ്യാൻ കാരണക്കാരായി നമ്മൾ മാറുന്നു. അപ്പോൾ അങ്ങനെ കാരണക്കാരായി മാറപ്പെട്ടിട്ടുള്ള നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം കംസനും ചിന്തിച്ചത് നമുക്ക് തുല്യമായിട്ടാണ്. ഉപനിഷത്തിൽ പറഞ്ഞ കാര്യം നമ്മൾക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ വീണ്ടും നമ്മൾ പഴയപടിയായപ്പോ ഋഷീശ്വരന്മാർ എന്ത് ചെയ്തു? അവ 2 കഥകളായി വലുതാക്കി മാറ്റി തന്നു. ഒന്ന്, വിധി നിഷേധങ്ങളുടെ കഥകൾ പറഞ്ഞു തന്ന രാമായണം എന്ന ഇതിഹാസം. പിന്നീട് മറ്റൊരു ഇതിഹാസവും കൂടി നമുക്ക് നൽകി, മഹാഭാരതം എന്ന ഇതിഹാസവും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് 1 അവന്റെ കുടുംബമാണ്, 2 അവന്റെ സമൂഹമാണ്. അപ്പോൾ ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് രാമായണത്തിലൂടെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു ഋഷീശ്വരന്മാർ. വാൽമീകിയാണ് രാമായണം എഴുതിയതെങ്കിൽ പോലും ആ ഋഷീശ്വരന്മാർ നമുക്ക് ഒരുപാട് അറിവുകൾ അതിലൂടെ നൽകി. ഒരുപാട് അറിവുകൾ അതിൽ ഒളിപ്പിച്ചും വെച്ചു രാമായണത്തിൽ. കാരണം ഇതിലൂടെ ചെന്ന് അത് നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രം കിട്ടിയാൽ മതി, ആ യോഗ്യത നേടിയവർക്ക് മാത്രം മതി ആ രാമായണത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ഏറ്റവും വിലയുള്ളതായിരിക്കുന്ന രത്നങ്ങളെ ഒളിപ്പിച്ചു വെച്ച രാമായണം. പേര് പോലും രാമായണം, രാമന്റെ അയനമാണ് രാമായണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ പറഞ്ഞു തന്നു, രാവും ആയുവാനുള്ളതാണ് രാമായണം. രാവെന്നത് അന്ധകാരമാണ്, അറിവില്ലായ്മയാണ്, അധർമ്മമാണ് എങ്കിൽ അത് മായുവാനുള്ളതാണ് രാമായണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കുടുംബത്തിനകത്തേക്ക് 4 ചുവരുകൾക്കുള്ളിലുള്ള ഒരു കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങളിൽ എങ്ങനെയാകണം എങ്ങനെയാകരുത് എന്ന് വിധി നിഷേധങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് രാമായണമാണ്. ഒരച്ഛൻ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു തന്നു രാമായണം. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്നും ഒരു ഭർത്താവ് എങ്ങനെയാകരുതെന്നും രാമായണം പറഞ്ഞു തന്നു. ഒരു മകൻ എങ്ങനെയാകണം, ഒരു മകൻ എങ്ങനെയാകരുതെന്ന് രാമായണം പറഞ്ഞു തന്നു. ഒരു ഭാര്യ എങ്ങനെയാകണം, ഒരു ഭാര്യ എങ്ങനെയാകരുതെന്ന് രാമായണം പറഞ്ഞു തന്നു. ഒരു സൗഹൃദമുള്ള സുഹൃത്ത് എങ്ങനെയാകണം, സഹോദരങ്ങൾ എങ്ങനെയാകണം, സഹോദരി എങ്ങനെയാകണമെന്നും എങ്ങനെയാകരുതെന്നും കൃത്യമായി രാമായണം പറഞ്ഞു തന്നു. കാരണം അങ്ങനെയായാൽ ഇങ്ങനെയാകാം നിന്റെ സ്ഥിതി എന്ന് അതിന്റെ അവസാനം എന്ന് പറഞ്ഞു തന്നു രാമായണത്തിൽ.
രാമായണത്തിൽ ഒളിപ്പിച്ചു വെച്ച വലിയൊരു നിധിയുണ്ട്. അത് രാമായണത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അറിയുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്തൊരു കാര്യം. ഒരു ദിവസത്തേക്കല്ല, 18 ദിവസങ്ങൾ കൊണ്ട് കൊടുത്തൊരു വലിയ നിധിയുടെ കൂമ്പാരമുണ്ടായിരുന്നു രാമായണത്തിൽ. രാമായണം എന്നും നമ്മൾ എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഒരിക്കൽ പോലും രാമായണത്തിനകത്തേക്ക് കയറി രാമായണ ദർശനത്തെ ചിന്തിക്കാൻ നമ്മൾ സാധിച്ചിട്ടില്ല. രാമായണ പാരായണം നമ്മൾ നടത്തുമ്പോഴും രാമായണത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ച, വാൽമീകി ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ നിധി ഉണ്ടായിരുന്നു. അതിന്റെ പേര് യോഗവാസിഷ്ടം എന്നാണ്. കേട്ടിട്ടുണ്ടോ യോഗവാസിഷ്ടം? രാമായണത്തിൽ രാമൻ തന്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് തിരികെ കൊട്ടാരത്തിലെത്തി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ഒരു കാലത്ത് രാമന് കൊടുത്ത അറിവാണ്. വസിഷ്ഠ മഹർഷി, തന്റെ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷി രാമനെയും കൊണ്ടുപോയി 18 ദിവസം പരസ്പരം ചർച്ച ചെയ്ത് കൊടുത്ത യോഗവാസിഷ്ടം എന്ന പേരിൽ അറിയപ്പെട്ട ഏറ്റവും അമൂല്യവും അപൂർവവുമായിരിക്കുന്ന ഒരു രത്നമുണ്ട് രാമായണത്തിൽ. അത് രാമായണത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ തേടി ചെന്നെങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഔഷധം തന്നെയാണ് യോഗവാസിഷ്ടം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ നിങ്ങളത് മേടിച്ചൊന്ന് വായിച്ചു നോക്കണം. പല പ്രാവശ്യം വായിക്കണം. അപ്പോഴേ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അതിനകത്തുണ്ടാവുകയുള്ളൂ. ആ ഉത്തരമാണ് രാമായണത്തിന്റെ ബലം. അതാണ് രാമായണത്തിന്റെ സ്വാദ്. രാമൻ എന്തുകൊണ്ടാണ് മാതൃകാ പുരുഷോത്തമനായത് എന്ന്, ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മാതൃകാ പുരുഷോത്തമനായതെന്ന്, ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് കൊടുക്കേണ്ട സമയത്ത് കിട്ടേണ്ട സമയത്ത് കൃത്യമായി വ്യക്തമായി പറഞ്ഞു കൊടുത്ത ഒരു ഗുരുനാഥന്റെ അറിവിന്റെ അടിസ്ഥാനമായിരുന്നു അതിന്റെ കാരണം. മഹാവിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ടല്ല രാമനെ മാതൃകാ പുരുഷോത്തമനായി കണ്ടത്, മറിച്ച് അറിവുള്ളത് കൊണ്ടായി. ആ കിട്ടിയ അറിവ് വളരെ കൃത്യമായി തന്റെ ജീവിത പന്ഥാവിലെല്ലാം അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചത് കൊണ്ടാണ്. ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തത് സ്വാധ്യായ മാ പ്രമദ എന്ന് പറഞ്ഞു കൊടുത്ത പഠിപ്പിൽ നിന്നും വ്യതിചലിക്കരുതെന്ന് പറഞ്ഞു കൊടുത്തത് കൃത്യമായി തന്റെ ജീവിതത്തിൽ പകർത്തിയത് കൊണ്ട് രാമനെ ഇന്നും മാതൃകാ പുരുഷോത്തമനായി തന്നെ കാണുന്നു. മറ്റാരെയും അങ്ങനെ കണ്ടിട്ടില്ല. ആ യോഗവാസിഷ്ടം 18 ദിവസത്തിന്റെ ബലമുള്ളതാണ്. അത്രമാത്രം ചോദ്യങ്ങളും അവയ്ക്കുള്ള വിശദമായിരിക്കുന്ന ഉത്തരവുമാണ് യോഗവാസിഷ്ടമെങ്കിൽ മഹാഭാരതത്തിൽ 2 കുടുംബങ്ങളുടെ കഥ, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് 2 കുടുംബങ്ങൾ ഉണ്ടാക്കിയ കഥ മഹാഭാരതം പറഞ്ഞു തന്നപ്പോഴും നമ്മൾ അതിൽ നിന്നും അല്പം കൂടി പുറമോട്ട് മാറി. ഇതൊന്നും നമ്മളുടേതല്ല എന്ന് വിചാരിച്ചു. പിന്നീട് ഒരുപാട് പുരാണങ്ങളും ഉപപുരാണങ്ങളും പറഞ്ഞു തന്നു. പിന്നീട് ഒരുപാട് സ്മൃതികളും ശ്രുതികളും നമുക്ക് പറഞ്ഞു തന്നു. കാരണം നീ നിന്റെ ജീവിതത്തിൽ നീ നന്നായി വരണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സങ്കല്പം ഇതേ ഉള്ളൂ. നീ തെറ്റ് ചെയ്താൽ ഇനിയും ആ ചെയ്യുന്ന തെറ്റിന് ശിക്ഷയുണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വരും കാലങ്ങളിൽ തെറ്റ് ചെയ്യാതിരിക്കുവാൻ, മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാകുന്നതിന് വേണ്ടിയിട്ട് തന്റെ ജീവിതത്തെ പോലും അതിന് മാതൃകയാക്കി കൊടുത്ത ഈശ്വരന്മാരാണ് നമ്മളുടെ മുമ്പിൽ. അത്രമാത്രം അറിവുകൾ പകർന്നു കൊടുത്ത ഗ്രന്ഥങ്ങളിൽ ഒരു പുതിയ തലത്തിലൂടെ നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോയ ഗ്രന്ഥമാണ് ഗർഗഭാഗവതം. ഇവിടെയും കംസനെ കാണിച്ചു തന്നത് അതുകൊണ്ട് തന്നെയാണ്. ഭാഗവതത്തിൽ പറഞ്ഞ കംസന്റെ സങ്കല്പ തലങ്ങളല്ല ഗർഗഭാഗവതത്തിൽ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക്, അതായത് കംസന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അടുത്തുകൂടി കംസന് പറയാനുണ്ട് ഒരുപാട് ന്യായങ്ങൾ. ഏതൊരു വ്യക്തിക്കും, ഏത് തെറ്റ് ചെയ്യുന്നവനുമുണ്ട് അവർക്ക് അവരുടേതായിരിക്കുന്ന ന്യായങ്ങൾ. അതുകൂടി കേൾക്കുവാൻ നമ്മൾ സമൂഹം ബാധ്യസ്ഥരാണ്. ഒരു തെറ്റുണ്ടായെങ്കിൽ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കേൾക്കുന്നതിലല്ല, അങ്ങനെ ഒരു തെറ്റ് ചെയ്യുവാനുള്ള സാഹചര്യവും സന്ദർഭവും എന്താണെന്ന് കൂടി കേൾക്കുവാൻ ഒരു പക്ഷേ സമൂഹം തയ്യാറായാൽ പല തെറ്റുകളും നമ്മൾ തെറ്റുകളല്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കംസൻ പറയുന്നുണ്ട്, എന്റെ ജീവന് ഭീഷണിയാണ് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാതെ ഞാൻ എന്തു മാർഗമാണ് ചെയ്യേണ്ടത്? കാരണം എന്നെ കൊല്ലുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്റെ ജീവനെ സംരക്ഷിക്കേണ്ടത് ഞാൻ മാത്രമാണ്. മറ്റുള്ളവരെല്ലാം ഒരു സമയം കഴിയുമ്പോൾ പോകും, ഇല്ലേ?
ആശുപത്രിയിലേക്ക് കൈപിടിച്ചുകൊണ്ട് സഹധർമ്മിണിയാണെങ്കിലോ ഭർത്താവാണെങ്കിലോ ഉണ്ടെങ്കിൽ പോലും ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ കഴിയുമ്പോ അവിടെ പറയും ഇനി അങ്ങോട്ട് വരരുത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എന്താണ്? ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്? അന്യർക്ക് അകത്തേക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ അനുവാദം കൂടാതെ പ്രവേശിക്കരുത്. അവിടെ വരെയുള്ളൂ നമ്മൾ ബന്ധങ്ങൾ. പിന്നീട് നമ്മൾ അന്യത് തന്നെയാണ്, ആരായിരുന്നാലും ശരി. പിന്നീടുള്ളവരാരാണ്? നമ്മൾ മാലാഖമാരായി കാണുന്ന നഴ്സുമാരും ഈശ്വരനായി കാണുന്ന ഡോക്ടറും മാത്രമാണ്. അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ പുറത്തു നിൽക്കുമ്പോൾ അകത്ത് നിൽക്കുന്ന അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് തിരികെ കിട്ടുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ. അപ്പോൾ കംസനും ചിന്തിച്ചത് അത്ര മാത്രമേ ഉള്ളൂ, എന്റെ ജീവനെ രക്ഷിക്കേണ്ടത് ഞാനാണ്, അതിനു വേണ്ടിയിട്ട് എന്തു മാർഗം വേണമെങ്കിലും പ്രയോഗിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് തീരുമാനമെടുത്ത് കഴിഞ്ഞ കംസന്റെ മുമ്പിൽ ആദ്യം എത്തിയത് സഹോദരീ തുല്യയായിരിക്കുന്ന ഒരാളാണ്. പേര് പൂതന എന്നാണ്. നരകാസുരന്റെ സഹോദരിയാണ്. യുദ്ധം ചെയ്ത് നരകാസുരനെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോ നീ എന്റെ സഹോദരനായി നിന്നെ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു കംസൻ നരകാസുരനെ. അങ്ങനെയാണ് എപ്പോഴും ദുഷ്ടന്മാരെപ്പോഴും സ്നേഹം കൂടുതലായി, പരസ്പരം സ്നേഹം കൂടുതലായിരിക്കും. കാരണം അവരുടെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദുഷ്ടത എന്ന ലക്ഷ്യം മാത്രം. അപ്പോൾ ദുഷ്ടന്മാരായി കഴിയുമ്പോൾ കൂട്ടുകാരും അനവധി ഉണ്ടാകും. അങ്ങനെ നരകാസുരന്റെ സഹോദരിയായ പൂതന വന്ന കംസനോട് പറഞ്ഞു, അങ്ങ് എന്റെ സഹോദരനാണ്, ഇത്രയും കാലം അങ്ങ് എന്നെ ഒരു നല്ല സഹോദരിയായി കണ്ട അങ്ങയുടെ ജീവൻ രക്ഷിക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസമായി പ്രസവം കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ മുഴുവൻ കൊല്ലുവാൻ ഒരു സ്ത്രീ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം. കംസൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അതിനാദ്യം തയ്യാറായത് ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. അത് സ്ത്രീയുടെ ഒരു ദോഷമായിട്ടല്ല പറഞ്ഞത്, പക്ഷെ സ്ത്രീയാണെങ്കിലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് കൊച്ചു കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ പോലും കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു അമ്മയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൂതന എന്ത് ചെയ്തു? തന്റെ മുലക്കണ്ണിൽ വിഷം പുരട്ടിക്കൊണ്ട് ആ നാട്ടിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും അടുക്കൽ ചെന്നാത്ത, ഓരോ കുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു സ്ത്രീ ചെന്നു ഭഗവാന്റെ അടുക്കലേക്ക്. യശോദാദേവിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മകനെ ഒന്ന് കാണണം, അതുകൊണ്ട് ആ കുഞ്ഞിനെ ഒന്ന് തരൂ, ഒന്ന് താലോലിക്കുവാൻ എന്ന് പറഞ്ഞപ്പോ യശോദാദേവി സന്തോഷത്തോടു കൂടി കൃഷ്ണനെ കയ്യിലേക്ക് കൊടുത്തു. ആ പൂതന എന്ന സ്ത്രീ ആ കുഞ്ഞുമായി ചെന്ന് അപ്പുറത്തു മാറിയിരുന്ന് അതിന് പാല് കൊടുക്കുവാനായി ശ്രമിച്ചപ്പോ ഭഗവാന് മനസ്സിലായി ഇത് ആരാണ് എന്ന്. തന്റെ മുഖം കൊണ്ട് മുലക്കണ്ണിൽ പുരണ്ടിരിക്കുന്ന വിഷമെല്ലാം തൂത്തുകളഞ്ഞുകൊണ്ട് ഭഗവാൻ ആ ജീവനെ തന്നെ എടുക്കേണ്ടി വന്നു പൂതന മോക്ഷത്തിൽ എന്ന കഥയിലൂടെ. അതിനും പുറകിൽ ഒരു കാരണമുണ്ട്. പല കഥകൾക്കും കാരണം എന്ന് പറയുന്നതും മഹാബലിയുടെ അല്ലെങ്കിൽ വാമനാവതാര സമയത്ത് മഹാബലിയുടെ അടുക്കലേക്ക് വാമനൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആഗ്രഹിച്ചിരുന്നു കൊട്ടാരത്തിലെ ഒരു സ്ത്രീ, ഇത്ര ഓമനത്വമുള്ള ഒരു കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ എനിക്ക് കിട്ടിയായിരുന്നുവെങ്കിൽ. ഇത് കേട്ട മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, തഥാസ്തു, അത് സംഭവിക്കട്ടെ. മഹാബലിയെ എല്ലാം മോക്ഷമെല്ലാം കൊടുത്ത് തിരികെ വാമനൻ തിരിച്ചു പോകുമ്പോൾ അതേ സ്ത്രീ തന്നെ ചിന്തിച്ചു, ഈ കുഞ്ഞിനെ എന്റെ കയ്യിലൊന്ന് കൊല്ലാൻ കിട്ടിയിരുന്നുവെങ്കിൽ. ഭഗവാൻ അതും പറഞ്ഞു, അതും തഥാസ്തു. ചില ആഗ്രഹങ്ങൾ ചില സമയത്ത് ചിന്തിച്ചാൽ അത് നടക്കുമെന്നാണ്. അങ്ങനെ രണ്ടു വരങ്ങൾ ഒരുപോലെ കൊടുത്ത ആ രണ്ടു വരങ്ങളും ഒരുപോലെ പ്രാബല്യത്തിൽ വരുത്തിയതാണ് പൂതനാമോക്ഷത്തിലൂടെ പറഞ്ഞത്. അതുകൊണ്ടാണ് പൂതനാവധം എന്ന് പറഞ്ഞില്ല, പൂതനാമോക്ഷം എന്ന് പറഞ്ഞത്. ആ പൂതനാമോക്ഷം കഴിഞ്ഞ് ആ പൂതനാമോക്ഷത്തിലൂടെ ഒരുപാട് സങ്കല്പങ്ങളെ നമുക്ക് കാണുവാനും അറിയുവാനുമുണ്ട്. ഒരു സ്ത്രീ ആയിരുന്നാലും മറ്റുള്ള അന്യ കുഞ്ഞുങ്ങളോട് ഒരിക്കലും അത് ചെയ്യരുത്, തെറ്റുകൾ ചെയ്യരുത്. അന്യ കുട്ടികളെ നമ്മളൊന്നും വഴക്ക് പോലും പറയാൻ നമുക്ക് അധികാരമില്ല എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞിനെ അല്ലാതെ മറ്റുള്ള കുട്ടികളെ പറ്റി എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ പറയുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വില കൊടുക്കേണ്ടി വരും നമ്മളുടെ ജീവിതത്തിൽ. നമുക്ക് നമ്മുടെ കുഞ്ഞ് ചെയ്യുന്നതെല്ലാം കൊച്ചു കൊച്ചു കുസൃതികളാണ് എങ്കിൽ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്നതെല്ലാം തെറ്റുകളാണെന്ന് പറയുന്നവരാണ്. അങ്ങനെ പറയാൻ അധികാരമില്ല എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെ എല്ലാ കുഞ്ഞിനെയും നമുക്ക് കാണാൻ സാധിക്കണം. പക്ഷേ മറ്റുള്ള കുഞ്ഞുങ്ങളെ വഴക്കു പറയുവാനോ
മോശമായ രീതിയിൽ പറയുവാനോ നമുക്ക് അധികാരമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ത്രീ പൂതനയ്ക്ക് തുല്യയാണ് എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും പൂതനയായിട്ടുണ്ടോ എന്ന്. മറ്റുള്ള കുട്ടികളെ കുറ്റം പറയുന്നുവെങ്കിൽ ഉറപ്പിച്ചോണം, നമുക്ക് ആ കോളവും കൂടി ടിക്കിടണം. കംസനാണ് ഓൾറെഡി, നമ്മൾ അത് ടിക്കിട്ടു. അടുത്ത രണ്ടാമത്തെ കോളം പൂതനയാണോ എന്ന് ചോദിച്ചാൽ നമുക്കതും ടിക്കിടേണ്ടി വരും. ഇതുവരെ ഉണ്ടായെങ്കിൽ ഇനിയും അങ്ങനെയാകാതിരിക്കാൻ ശ്രമിക്കണം. ആ പൂതനാമോക്ഷം കഴിഞ്ഞ് ഭഗവാൻ ഇഴഞ്ഞു നടക്കുന്ന കാലത്ത് ഭഗവാന്റെ ആ കുസൃതികളെല്ലാം കാണുന്ന സമയത്ത് ഒരു ദിവസം യശോദാദേവി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് ജോലികൾ കിടക്കുന്നു. ഈ ജോലികളിൽ നിന്നും എന്താണ് ഈ ജോലികൾ ചെയ്യണം, ഈ കുഞ്ഞിനെ എന്ന് നോക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ വൃഷഭാനുവിന്റെ മകളായിരിക്കുന്ന രാധ അവിടേക്ക് ചെല്ലുകയാണ്. രാധയെ കണ്ടപ്പോൾ യശോദാദേവി അടുത്തേക്ക് വിളിച്ചു, രാധയെ ഇങ്ങടുത്ത് വരൂ. രാധ അടുത്ത് വന്നപ്പോ യശോദാമ്മ തന്റെ ഒക്കത്തിരുന്ന കണ്ണനെ എടുത്ത് രാധാദേവിയുടെ കയ്യിലേക്ക് കൊടുത്തു. രാധാറാണിയായിരുന്ന ആ ഭഗവതി രണ്ട് കൈയും നീട്ടി ഭഗവാനെ തന്നിലേക്ക് സ്വീകരിച്ചിട്ട് തന്റെ മാറോട് അണച്ചുകൊണ്ട് നിന്നു. യശോദാദേവി പറഞ്ഞു, രാധേ, നീ കുഞ്ഞിനെ കണ്ണനെ നന്നായി നോക്കണം എന്ന് പറഞ്ഞപ്പോ അതിനെന്താ തീർച്ചയായും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെയും എടുത്തുകൊണ്ട് ആ പൂന്തോട്ടത്തിലേക്ക് പോയ രാധാറാണി ആ കാലം അമ്മയാണ് ഏൽപ്പിച്ചത് നോക്കുവാൻ. ജീവിതകാലം മുഴുവൻ ആ രാധാറാണി ആ വാക്ക് പാലിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നും രാധാറാണിയായി ഈ ലോകം മുഴുവൻ ആ രാധാദേവിയെ, രാധാ ഭഗവതിയെ അംഗീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അങ്ങനെ രാധാറാണി ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ വൃന്ദാവനത്തിലൂടെ ഇങ്ങനെ നടന്നു നല്ല നല്ല പൂക്കളും കാഴ്ചകളും എല്ലാം കാണിച്ച് കളിപ്പിച്ചും ഒക്കെ കൊണ്ട് നടക്കുമ്പോ രാധാദേവിക്ക് തന്നെ ഒരുപാട് സന്തോഷം. എന്നും അതിരാവിലെ രാധാറാണി അവിടേക്ക് വരും യശോദാദേവിയുടെ അടുത്ത്. എന്തിനാണ്? കണ്ണനെ ഞാൻ നോക്കട്ടെ എന്ന് ചോദിക്കാൻ. അമ്മമാർക്കൊക്കെ അത് വലിയ ഇഷ്ടമാണ്. കുഞ്ഞിനെ ആരെങ്കിലും ഒക്കെ നോക്കാൻ വരുവാണെങ്കിൽ അപ്പോഴേ ഏൽപ്പിക്കും, ഇല്ലേ? അതൊരു വലിയ പ്രത്യേകതയാണ്. കാണുന്നവർ വിചാരിക്കുമോ കുഞ്ഞിനെ നോക്കുന്ന അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണെന്ന്. അതുകൊണ്ടാണോ കുഞ്ഞിനെ കൊടുക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ കൊണ്ടങ്ങ് പറയിപ്പിച്ചത്. ഞാനല്ലല്ലോ പറഞ്ഞത്. അപ്പൊ അങ്ങനെ യശോദാദേവിയുടെ അടുക്കൽ വന്നിട്ട് കണ്ണനെ ഞാൻ നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോ യശോദാദേവി നമ്മളെ പോലെ തന്നെ കുഞ്ഞിനെ എടുത്ത് അല്പസമയം ആശ്വാസമുണ്ടല്ലോ എന്ന് വിചാരിച്ച് കുഞ്ഞിനെ എടുത്ത് കയ്യിൽ കൊടുക്കും. ആ രാധാറാണി കണ്ണനെയും എടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായ സ്ഥലത്ത് ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? താൻ കയ്യിൽ കരുതിയ ആഭരണ കൂട്ടുകൾ എടുത്ത് മുൻപിലേക്ക് വെക്കും. എന്നിട്ട് ആ കണ്ണനെ തന്റെ മടിയിലേക്ക് കിടത്തിക്കൊണ്ട് ആ കണ്ണന്റെ കണ്ണുകൾ ഇങ്ങനെ നന്നായി കൺമഷി കൊണ്ട് എഴുതും. കണ്ണന്റെ കവിളിൽ ഒരു കറുത്ത പൊട്ട് കൊടുക്കും. കണ്ണനെ ഇങ്ങനെ മുടിയൊക്കെ നന്നായി ചീവി മുകളിലേക്ക് കെട്ടി അതിനെ എത്രത്തോളം ഭംഗിയായിട്ട് കണ്ണനെ ഒരുക്കാമോ രാധാറാണി അതെല്ലാം ഒരുക്കി ആ കണ്ണനെ നല്ല മഞ്ഞപ്പട്ടുടയാള ഭംഗിയായി ഞുറിഞ്ഞുടുപ്പിച്ച് ആ രാധാറാണി കണ്ണനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് കണ്ണന്റെ രണ്ട് കവിളത്തും മാറി മാറി ഉമ്മ കൊടുക്കും. കണ്ണന്റെ കൈവെള്ളയിൽ ഉമ്മ കൊടുക്കും. കണ്ണന്റെ കാൽപാദത്തിൽ ഉമ്മ കൊടുക്കും. എന്നിട്ട് ചോദിക്കും, കണ്ണാ നീ സുന്ദരനായോ? ചിരിച്ചുകൊണ്ട് കണ്ണൻ രാധാറാണിയെ നോക്കിക്കൊണ്ടിരിക്കും. കൈകൊണ്ട് വീണ്ടും കൺമഷി പടർത്തുമ്പോ രാധാറാണി തന്റെ ദേഹത്ത് കിടന്ന തുണിയെടുത്ത് ആ കൺമഷി എല്ലാം തുടച്ച് മഹാവികൃതിയായിരിക്കുന്ന കണ്ണ വീണ്ടും ഞാൻ ഒരുക്കേണ്ടതാണോ എന്ന് ചോദിച്ചുകൊണ്ട് രാധാറാണി ഭഗവാനെ വീണ്ടും വീണ്ടും ഒരുക്കും. എന്നിട്ട് അല്പം ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് രാധാറാണി തന്റെ നെഞ്ചോട് കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്പാൽപമായി ഭക്ഷണങ്ങളിൽ ഒരു ഏറ്റവും സ്വാദുള്ള ഭക്ഷണങ്ങളെല്ലാം എടുത്ത് കണ്ണന് കൊടുക്കുമ്പോൾ ആ കുഞ്ഞി പല്ലുകൾ കൊണ്ട് രാധാദേവിയുടെ കൈകളിൽ കടിക്കുന്ന കണ്ണൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതൊരിക്കലും വേദനയായിട്ടല്ല നമ്മൾ കാണുന്നത്, അതൊരു ആനന്ദമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കണ്ണൻ പതുക്കെ പതുക്കെ അങ്ങോട്ട് വളർന്നു വന്നു. മുട്ടയിൽ എഴയുന്ന കണ്ണൻ എഴുന്നേറ്റ് നിന്ന് നടക്കുന്ന പരുവമായി, ഗോപാലന്മാരോടും ഗോപികമാരോടൊപ്പം കളിച്ചു നടക്കുന്ന പ്രായമായി. അപ്പോൾ
വന്നിട്ട് രാവിലെ എന്ത് ചെയ്യും കണ്ണൻ? അതുവരെ കണ്ണനെ കാത്ത കണ്ണനെ തേടി രാധാറാണി വരുന്നുവെങ്കിൽ പിന്നീട് കണ്ണൻ രാധാറാണിയെ കാത്ത് രാധാദേവിയുടെ വീട്ടിലേക്ക് പോകും. ആ രാധാറാണിയുടെ വീട്ടിലേക്ക് അതിരാവിലെ ഓടി ചെല്ലും. അവിടെ രാധാറാണി കുളിച്ച് തയ്യാറായിരിക്കും കണ്ണനെ കാത്ത്. കാരണം രണ്ടുപേരോടാണ് കളിക്കാനായി മറ്റുള്ളവരുടെ അടുക്കലേക്ക് പോകുന്നത്. അങ്ങനെ കണ്ണൻ അവിടെ ആദ്യം ചെന്ന് കഴിയുമ്പോൾ രാധാറാണിക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ കണ്ണനോട് ചോദിക്കും, രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു? അപ്പൊ പറഞ്ഞു, കുളിച്ചത് മാത്രമേ ഉള്ളൂ, എന്റെ അമ്മ എന്നെ ഒരുക്കിയിട്ടില്ല. വരുന്ന വഴിക്ക് യശോദാദേവി നന്നായി ഒരുക്കിയത് എല്ലാം തൂത്ത് കളഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോ രാധാറാണിയുടെ അടുക്കൽ കള്ളനായ കണ്ണൻ പറയും, എന്നെ ഒന്നും ഒരുക്കിയിട്ടില്ലെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? തന്റെ കയ്യിലിരിക്കുന്ന നിറക്കൂട്ടുകളും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് ആ രാധാറാണി ഭഗവാനെ നന്നായി ഒരുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരുക്കി കഴിയുമ്പോൾ കണ്ണൻ പറയും, രാധേ, എനിക്ക് വിശക്കുന്നു, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോഴും ഭഗവതിയുടെ യശോദാദേവിയുടെ അടുക്കൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ഗന്ധം കണ്ണനിൽ നിന്ന് മാറിയിട്ടില്ല. എന്നാലും രാധാദേവിയോട് പറയും, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര വിശപ്പ് എന്ന് പറയും. രാധാദേവിയുടെ അമ്മ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മധുരപലഹാരങ്ങളെല്ലാം എടുത്തു വെക്കുമ്പോ രാധാദേവി കണ്ണന്റെ അടുക്കൽ ചെന്ന് ആ മധുരപലഹാരങ്ങളെല്ലാം എടുത്ത് കണ്ണൻ അല്പാൽപമായി കൊടുക്കും. കണ്ണനെല്ലാം അതെല്ലാം ഒരു കൊച്ചു കുഞ്ഞായി തന്നെ അടുത്തിരുന്ന് അതെല്ലാം നന്നായി കഴിക്കും. നന്നായി കഴിച്ചുകൊണ്ട് രാധാറാണിയുടെ കയ്യും പിടിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിലേക്ക് മറ്റുള്ള ഗോപന്മാരുടെയും ഗോപികമാരുടെയും അടുത്തേക്ക് പോകും. പക്ഷേ അവിടേക്ക് പോകുമ്പോൾ കണ്ണൻ കാണിക്കുന്ന ഒരു വലിയ തെറ്റ് കാണിക്കും. അവിടെ എന്താണ്? രാധാറാണിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഓടി ആ ഗോപന്മാരുടെയും ഗോപികമാരുടെയും അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ രാധാറാണിയുടെ കൈ വിട്ടിട്ട് എന്ത് ചെയ്യും? കണ്ണൻ ഓടി കൂട്ടുകാരുടെ അടുക്കലേക്ക് പോകും. പിന്നെ രാധാദേവി ശ്രദ്ധിക്കത്തില്ല. രാധാദേവിക്ക് ഭയങ്കര വിഷമമാണ്. ഇതുവരെ എന്റെ കണ്ണനെ ഞാനാണ് നോക്കിയത്, എന്നിട്ട് എന്റെ കണ്ണൻ എന്റെ അടുക്കൽ നിന്നും എന്റെ കൈ വിട്ടിട്ട് ഓടിയതാ പോയി കളിക്കുന്നു. എല്ലാം കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ മാത്രമേ രാധയെ അന്വേഷിക്കത്തുള്ളൂ. രാധാദേവിക്ക് ഭയങ്കര വിഷമമാണ്. രാധാദേവി പലപ്പോഴും മാറിയിരുന്ന് കരയും. എന്റെ കണ്ണൻ എന്നോടൊപ്പം കളിക്കില്ല, ബാക്കിയുള്ളവരുടെ അടുക്കലാണ് എല്ലാവരുടെ അടുക്കൽ കളിക്കുന്നത്. രാധാറാണി ഒരിക്കലും കണ്ണന്റെ അടുക്കൽ, കണ്ണൻ വന്ന രാധാറാണിയുടെ അടുക്കൽ ഇരുന്ന് കളിക്കില്ല. ആ വിഷമമൊക്കെ ഉണ്ടാകുമ്പോ രാധാറാണി തിരികെ കണ്ണൻ വന്നു കഴിയുമ്പോ കണ്ണനോട് ചോദിക്കും, എന്താ കണ്ണ ഇന്ന് എന്നോടൊപ്പം കളിക്കാത്തത്? എന്നോടൊപ്പം കളിക്കാത്തത് എന്താ കണ്ണ എന്ന് ചോദിക്കും. അപ്പൊ കണ്ണൻ ചിരിച്ചുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് പോകും. പിറ്റേ ദിവസവും അതുപോലെ തന്നെയാണ് രാധാറാണി കണ്ണൻ ചെയ്യുന്നത്. വീണ്ടും വീണ്ടും കളിക്കാനായി ഇറങ്ങി, അവിടെ നിന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി കളിക്കാനായി ബാക്കിയുള്ള കൂട്ടുകാരുടെ അടുക്കലേക്ക് പോകുമ്പോ ഒരുപാട് പ്രാവശ്യമായപ്പോൾ ഒരു ദിവസം രാവിലെ കണ്ണൻ രാധാദേവി അന്വേഷിച്ച് അവിടെ ചെന്നില്ല. രാധാറാണി രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് കണ്ണനെ നോക്കി. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും കണ്ണൻ വരാത്തത് കണ്ട് രാധാറാണി കണ്ണനെ അന്വേഷിച്ചു പോയി. അങ്ങനെ കണ്ണനെ അന്വേഷിച്ചിട്ട് പോയ രാധാറാണി കണ്ണനെ അവിടെ കണ്ടില്ല. പിന്നീട് അറിയാൻ കഴിഞ്ഞു കണ്ണൻ മറ്റുള്ള കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയതാണ് എന്ന്. രാധാദേവിക്ക് ഒരുപാട് പ്രയാസമുണ്ടായി. രാധാറാണി ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ആ രാധാറാണിയുടെ അടുക്കലേക്ക് കണ്ണൻ ഓടിയെത്തി കഴിഞ്ഞ് പറഞ്ഞു, എനിക്ക് ഒരുപാട് വിശക്കുന്നു എന്ന്. ഒരുപാട് പേരുണ്ട്, ഗോപികമാരുണ്ട് അവിടെ. ആ ഗോപികമാരെ എല്ലാം കളഞ്ഞിട്ട് കണ്ണൻ ഓടി വന്നു രാധാറാണിയുടെ അടുക്കൽ. അപ്പൊ ചോദിച്ചു, നിനക്ക് നിന്റെ കൂട്ടുകാർ ഒരുപാട് പേരില്ല, അവരുടെ അടുക്കൽ പോകൂ, ഇവിടെ എന്റെ കയ്യിൽ ഒന്നും ഇരിപ്പില്ല, നീ അവരുടെ അടുക്കലേക്ക് പോകൂ എന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം കണ്ണൻ ചിരിച്ചുകൊണ്ട് രാധാറാണിയുടെ അടുക്കൽ ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ണൻ ആദ്യം വരുന്നത് രാധയുടെ അടുക്കലാണ്, കണ്ണൻ എല്ലാം കഴിഞ്ഞ് ഓടി എത്തുന്നതും രാധയുടെ അടുക്കലാണ്. അതിനപ്പുറത്ത് എന്താ രാധയെ നിനക്ക് വേണ്ടത്? അതുവരെയുള്ളവർ എന്നെ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ അടുത്തൊരല്പസമയം മാത്രമല്ല ഞാൻ പോകുന്നുള്ളൂ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും രാധാറാണിക്ക് ഒരിക്കലും അതൊന്നും തൃപ്തിയല്ല. കണ്ണനെ ഒരുക്കി
കണ്ണന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണന്റെ അടുക്കൽ കണ്ണനെ നോക്കി മാത്രം ഇരിക്കുന്ന രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ അല്പസമയമെങ്കിലും തന്റെ അടുക്കൽ നിന്ന് മാറുന്നത് രാധാറാണിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതാണ് രാധയുടെ ഭക്തിയുടെ ബലം. കാരണം നിഷ്കളങ്കമായിരിക്കുന്ന സ്നേഹത്തിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ചെറിയ ചെറിയ വേദനകൾ പോലും വലിയ വലിയ വേദനകൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത്. ആ വലിയ വേദനകൾ ഉണ്ടാക്കപ്പെടുമ്പോ കൊണ്ടത് ചെറിയ ഒരു കാര്യമായിരിക്കാം, ചെറിയ വാക്കായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു നോട്ടമായിരിക്കാം ഒരുപക്ഷെ ആ വേദനയ്ക്കുള്ള കാരണം. പക്ഷേ അതുണ്ടാക്കിയ വേദന എന്ന് പറയുന്നത് ഒരുപാട് സമയം നിൽക്കുന്നതാണ്. അതൊന്നും ഉൾക്കൊള്ളുവാൻ നിഷ്കളങ്കമായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന സ്നേഹത്തിന് സാധ്യമല്ല എന്നുള്ളതാണ്. അതാണ് രാധാറാണിയുടെ ഭക്തിയുടെ ബലം. അതാണ് അതുകൊണ്ടാണ് കണ്ണൻ ഓടി രാധയുടെ അടുക്കൽ എത്തുമ്പോ, കണ്ണൻ രാധയുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം രാധാറാണിയുടെ മനസ്സിലുണ്ടാകുന്ന ആ ആനന്ദമുണ്ടല്ലോ, സന്തോഷമല്ല രാധയ്ക്കുള്ളത്, ആനന്ദമാണ് ഉണ്ടാകുന്നതെന്നാണ്. ആനന്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ആനന്ദത്തിന് അളവില്ല എന്നുള്ളതാണ്. സന്തോഷത്തിനൊരു അളവുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ സന്തോഷമില്ല. പക്ഷെ ആനന്ദം അങ്ങനെയല്ല. ആനന്ദത്തിന് ഒരളവ് പോലുമില്ല. ആനന്ദം ഇങ്ങനെ ഉയർന്നുയർന്ന് വീണ്ടും ഇങ്ങനെ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതാണ് രാധയ്ക്ക് കിട്ടുന്ന ഫലം. അതാണ് കണ്ണനെ നന്നായി നോക്കുന്ന, കണ്ണന്റെ പാദം കഴുകി, കണ്ണന്റെ കൈകൾ കഴുകി, കണ്ണന്റെ മുഖം കഴുകി, കണ്ണനെ നന്നായി ഒരുക്കി, കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കി കൊടുത്ത്, കണ്ണന് വേണ്ടിയിട്ട് മാത്രം തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും മാറ്റിവെച്ച രാധാറാണിക്കുണ്ടായ ഫലം നാം പറയും വിരഹം എന്ന വേദനയാണ് എന്ന്. ഒരിക്കലും രാധാറാണിക്ക് വിരഹം എന്ന വേദന അനുഭവിക്കേണ്ടി വന്നിട്ടേയില്ല. നമ്മൾ പറയുന്നത് രാധാദേവി ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഭഗവാൻ കൃഷ്ണൻ രാധയെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ. ഒരിക്കലും രാധാദേവിയെ ഉപേക്ഷിച്ചു പോയിട്ടില്ല കണ്ണൻ. എപ്പോഴൊക്കെ രാധയ്ക്ക് തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ നിമിഷങ്ങളിലെല്ലാം ഓടിയെത്തിയിട്ടുണ്ട് കണ്ണൻ. അങ്ങനെ എന്താണ് അതിന് കാരണമെന്ന് ലോകത്തിന്റെ മുമ്പിൽ അന്വേഷണം നടത്തിയപ്പോ അതിനൊരു കഥ പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ ബ്രഹ്മദേവൻ ഭഗവാനെ കാണാനായി ചെന്നു. ഭഗവാന്റെ കുട്ടിക്കളികളെല്ലാം കാണുവാനായി ചെന്നപ്പോൾ കൊച്ചു കുഞ്ഞായിരിക്കുന്ന ആ കണ്ണന്റെ അടുക്കൽ ഭഗവാൻ ചെന്നപ്പോ ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുകയാണ്, അങ്ങേ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാധയ്ക്ക് കിട്ടേണ്ട അനുഗ്രഹമാണെന്ന് പറഞ്ഞ് മനസ്സിലായ ബ്രഹ്മദേവൻ ഭഗവാനെയും രാധാദേവിയെയും കൊണ്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോയി. ആ അടുത്തൊരു സ്ഥലത്ത് വെച്ച് രാധാദേവിയുടെയും ഭഗവാന്റെയും കൂടി വിവാഹം നടത്തിക്കൊടുത്തു. കല്യാണമല്ല നടത്തിക്കൊടുത്തത്. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏറ്റവും ബലമായിട്ടുള്ള ഒരു സങ്കല്പമാണ് കല്യാണം എന്ന് പറയുന്ന, താലികെട്ട് എന്ന് പറയുന്ന ചടങ്ങുകൾക്ക് ഓരോന്നിനും ഓരോ അർത്ഥതലങ്ങളുണ്ട്, ഇല്ലേ? കല്യാണം കഴിഞ്ഞ് താലി കെട്ടി കഴിയുമ്പോൾ രണ്ടുപേരുടെയും കൈപിടിച്ചുകൊണ്ട് ഒന്ന് കറങ്ങും, ഇല്ലേ? കറങ്ങത്തില്ലേ? എവിടെയൊക്കെ നിറവറയ്ക്ക് ചുറ്റിനുമൊക്കെ. എന്തിനാണ് അങ്ങനെ കറങ്ങി? കറങ്ങിയതല്ലേ? അന്ന് തുടങ്ങി കറക്കം ഇതുവരെ നിന്നിട്ടില്ലെന്ന് പറയില്ലേ? കറങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. എന്തിനങ്ങനെ കറങ്ങി? ഭഗവാനെ വലം വെക്കുന്നു. ഭഗവാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിറപറയാണ്. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിച്ചിട്ട് മറുപടി നാളെ ഒരു പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് വന്നാൽ മതി. എന്നാ നാളെ വരാതിരുന്നാൽ മതിയല്ലേ? ചിന്തിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു അറിവുകൾ അതിനകത്തുണ്ട്. അത് നിങ്ങൾ കൊണ്ടുവരും, എന്നിട്ട് പറഞ്ഞു തരും. ഒന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ രാധാദേവിയുടെയും ഭഗവാൻ കൃഷ്ണന്റെയും വിവാഹ സങ്കല്പം
കൊച്ചു കുഞ്ഞുങ്ങളാണ് രണ്ടുപേരുമോ. അവരെ രണ്ടുപേരുടെയും കൂടി വിവാഹം എന്ന സങ്കല്പത്തിൽ അവിടെ നിർത്തിയത് ഭഗവാനിൽ രാധയ്ക്കുള്ള അധികാരവും രാധയിൽ ഭഗവാനുള്ള അവകാശത്തെയും കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. അവിടെ നിന്നും അവർക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അതാണ് ഇന്നിവിടെ ആചരിച്ചത്. അതിലൂടെയാണ് അവർ ആനന്ദ നൃത്തത്തിലേക്ക് അവർ പോയത്. ആ ആനന്ദ നൃത്തത്തെ തെറ്റായ തലത്തിൽ ചിന്തിച്ചവരും ഒക്കെ പറഞ്ഞവരും ഒക്കെ ഒരുപാട് പേരുണ്ട്. അത് ക്ഷീരമുള്ളവരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നുള്ളത് പോലെയുള്ളൂ. ഭഗവാൻ ചെയ്തിരിക്കുന്ന ഓരോ കർമ്മങ്ങൾക്കും അടിസ്ഥാനപരമായിരിക്കുന്ന ചിന്ത ഇപ്പുറത്ത് മാറിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന സമയത്താണ് രാമായണത്തിൽ പറയുന്ന ഒരു വലിയ വാചകമാണ് അതിന്റെ ആൻസർ. അവസ്ഥാപൂജിതേ രാമ ശരീരം നതു പൂജിതേ എന്നൊരു നിയമമുണ്ട്. ഒരാളുടെ അവസ്ഥയാണ്, പ്രവൃത്തിയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പോൾ രാമൻ സംശയമായി. അതെന്താ അങ്ങനെ പറയുന്നത്? പ്രവൃത്തിയല്ലേ പ്രധാനം, ചിന്തയാണോ പ്രധാനം? പ്രവൃത്തിയാണോ ചിന്തയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, പ്രവൃത്തിയല്ല പ്രധാനം, ചിന്തയാണ് പ്രധാനം. രാമൻ പറഞ്ഞു, അങ്ങനെയല്ല, അതെനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. നാം വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ മുറിയിലെ കട്ടിലിൽ 4 സ്ത്രീകൾ ഇരിക്കുന്നു. ആ 4 സ്ത്രീകളുടെയും അടുക്കലേക്ക് ചെന്ന് ആ 4 സ്ത്രീകളെയും കെട്ടിപ്പിടിച്ച് അവരുടെ നെറുകയിൽ ഒരു മുത്തം കൊടുക്കുന്നു. ഈ 4 സ്ത്രീകളാണ്. 4 പേരോടും ചെയ്ത പ്രവൃത്തി ഒന്ന് തന്നെയാണ്. പക്ഷേ ആദ്യത്തെ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഒരു മുത്തം കൊടുക്കുമ്പോൾ എന്റെ മനസ്സ് എന്നോട് പറയുന്നു, ഇത് എന്റെ അമ്മയാണ്. അമ്മയേക്കാൾ പ്രായം കുറഞ്ഞ യൗവനയുക്തയായിരിക്കുന്ന രണ്ടാമതിരിക്കുന്ന സ്ത്രീയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുമ്പോ എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു, ഇത് എന്റെ സഹധർമ്മിണിയാണ്, എന്റെ ഭാര്യയാണ് എന്ന്. എന്റെ ഭാര്യയേക്കാൾ പ്രായം കുറഞ്ഞതും യൗവനയുക്തയും സുന്ദരിയുമായിരിക്കുന്ന മൂന്നാമത്തെ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് സ്ത്രീയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുമ്പോ എന്റെ മനസ്സ് എന്നോട് പറയുന്നു, ഇത് എന്റെ സഹ ഉദരിയാണ്, സഹോദരിയാണ്. അവരെക്കാൾ എല്ലാം പ്രായം കുറഞ്ഞ സുന്ദരിയായിരിക്കുന്ന 4ാമത്തെ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് അവളെയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുമ്പോ എന്റെ മനസ്സ് പറയുന്നു, ഇത് എന്റെ മകളാണ്. 4 പേരും സ്ത്രീകളാണ്. ഈ 4 പേരോടും ചെയ്ത പ്രവൃത്തി ഒന്ന് തന്നെയാണ്. പക്ഷേ 4 പേരോടും ഈ ഒരേ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സില് 4 തലങ്ങളാണ്, സങ്കല്പങ്ങളാണ്. എന്നാൽ ഇവരെല്ലാം എപ്പോഴും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എനിക്കാണ് ആ സങ്കല്പത്തിന് പ്രാധാന്യം. കാരണം എന്റെ അമ്മ എനിക്ക് മാത്രമാണ് അമ്മ. കാരണം എന്റെ അമ്മ ഒരു ഭാര്യയാണ് എന്റെ അച്ഛന്റെ, എന്റെ അമ്മാവന്റെ സഹോദരിയാണ് അമ്മ. അപ്പോൾ ആ തലത്തിലെല്ലാം നിൽക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് അത് അമ്മയാണ്. അപ്പോ എന്റെ മനസ്സാണ് പ്രധാനം. എന്റെ പ്രവൃത്തിയേക്കാൾ ഉപരി ആ മനസ്സെന്താണോ ചിന്തിക്കപ്പെടുന്നത്, സ്നേഹത്തോടെ അല്ലെങ്കിൽ ആ ബന്ധത്തോടു കൂടി മനസ്സുകൊണ്ട് എന്താണോ, അതുകൊണ്ടാണ് മനസ്സുകൊണ്ട് പലതും ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് പറയുന്നു. ആ മനസ്സോടുകൂടി വേണം. അതുകൊണ്ട് ആ മനസ്സിനൊരു വലിയ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ മനസ്സാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ മനസ്സിനെ മാത്രം വഞ്ചിക്കരുതെന്ന്, അല്ലേ? മനസ്സാക്ഷി എന്ന് നമ്മൾ അതിനെ പറയും, ഇല്ലേ? ആ മനസ്സാക്ഷിക്ക് യുക്തമായിട്ടുള്ളത്, ആ മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ നമ്മൾ പ്രവർത്തികൾ ചെയ്യണമെന്ന് പറയുന്നത് ആ മനസ്സിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഈ മനസ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? മനസ്സിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. മനസ്സുണ്ടോ നമുക്ക്? അതുണ്ട്. അപ്പോൾ മനസ്സുണ്ട്, കണ്ടിട്ടില്ലെങ്കിലും അതുണ്ട് എന്ന് നമുക്കറിയാം. അതിലുണ്ടാകുന്ന ചിന്തകളും ഉണ്ടാകും നമുക്കറിയാം. അവയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മനസ്സെന്ന് പറയുന്നത് വളരെ സവിശേഷതയാണ്. ആ മനസ്സിനെ പ്രാപ്യമാക്കുന്ന ചടങ്ങുകളാണ് ഈ വിവാഹത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മങ്ങളിലെല്ലാം. ഒരു പൂജ നടക്കുമ്പോൾ പോലും ആ പൂജയിൽ നമ്മളുടെ മനസ്സിലാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് വഴിപാട് നടത്തുമ്പോൾ ആ വഴിപാട് നടത്തുന്നിടത്ത് നമ്മൾ ചെല്ലണമെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അമ്പലത്തിലെ മാനേജർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് പറയും വഴിപാട് നടത്തി ആർക്കെങ്കിലും ഒക്കെ കൊടുത്തേക്കാൻ പറയും. വഴിപാടുകൾ എന്ന് പറയുന്ന വഴിക്കുള്ള പാടുകളാണ്. അത് നമ്മൾ നേരിട്ട് ചെന്ന് ചെയ്യേണ്ടത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന്റെ ബലമാണ്.
അപ്പോഴാണ് അതൊരു പൂർണ്ണമായി നമുക്കൊരു ഫലമായി നമുക്കത് മാറുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വഴിപാടുകൾക്കുള്ള സാധനങ്ങൾ നിങ്ങൾ നേരിട്ട് ഇവിടെ കൊണ്ടുവെക്കണം എന്ന് പറയുന്നതെല്ലാം അതുകൊണ്ട് തന്നെയാണ്. ഓരോ വഴിപാടുകളും, എല്ലാ വഴിപാടുകൾക്കും അങ്ങനെ ഒരു സങ്കല്പവും പ്രാധാന്യവും ഉണ്ട്. ഇവിടെ രാധയെയും കണ്ണനെയും വിവാഹിതരാക്കുന്നതിലൂടെ ബ്രഹ്മദേവൻ ചിന്തിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഭഗവാനിലുള്ള രാധാദേവിക്കുള്ള അധികാരവും ഭഗവാന് രാധാദേവിയിലുള്ള അവകാശവും അവിടെ നൽകുകയാണ് രാധാകൃഷ്ണ വിവാഹത്തിലൂടെ. അതിന്റെ സന്തോഷമാണ് ആനന്ദ നൃത്തമായി കാണുന്ന വൃന്ദാവന നൃത്തമായി നമ്മൾ അല്പനേരം കണ്ടത്. അവിടെ എല്ലാ ഗോപന്മാരും ഗോപികമാരും അതിൽ പങ്കെടുത്തു. ആ ഓരോ ഗോപന്മാരുടെയും ഗോപികമാരുടെയും അടുക്കൽ ഭഗവാൻ ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും അധികാരിയായി ഭഗവാൻമാർ. ഭരിക്കുന്നത് കൊണ്ട് ഭർത്താവും, കാന്തിയുള്ളത് കൊണ്ട് കാന്തനും, രമിപ്പിക്കുന്നത് കൊണ്ട് രമണനും എന്നൊക്കെ നമ്മൾ അനവധി അർത്ഥങ്ങള് ഭർത്താവിന് കൊടുക്കാറുണ്ട്. പക്ഷേ ഭരിക്കപ്പെടുന്നവൻ ഭർത്താവാണ്. ആ ഭരിക്കുന്ന ആള് ഭർത്താവാണ്. ഭഗവാൻ എല്ലാവരുടെയും ഭർത്താവായി അവിടെ കണ്ടതും അതുകൊണ്ട് തന്നെയാണ്. രാധാദേവി സഹിതമുള്ളവരുടെ അധികാരിയായി ഭഗവാൻ അവിടെ നിലനിൽക്കുന്നതും അതുകൊണ്ടാണ്. അത് ബ്രഹ്മദേവനാൽ നിയോഗിക്കപ്പെട്ട ഒരു വലിയ സങ്കല്പവും കൂടിയാണ്. അത് കൃത്യമായി ഭഗവാൻ തന്റെ ജീവിതത്തിലെല്ലാം കൃത്യമായി ചെയ്തു. ഒരു തെറ്റുകളും അവിടെ സംഭവിക്കാതെ ഭഗവാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും കൃത്യമായി ഭഗവാൻ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് രാധാദേവിയുടെയും ഒരു ചോദ്യം വന്നതാണ്. രാധയുടെയും കൃഷ്ണന്റെയും വിവാഹം കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് രാധാകൃഷ്ണ വിവാഹം നടത്താൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം വന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഒരു കല്യാണവും വിവാഹം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പരമാർത്ഥത്തിൽ ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ രാധാകൃഷ്ണന്റെയും ഒപ്പം രാധാദേവിയുടെയും കൃഷ്ണന്റെയും കൂടി വിവാഹമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതം വൃന്ദാവനത്തിൽ ഓരോ ദിവസവും സന്തോഷത്തോടുകൂടി ഓരോ ദിവസവും ബലമുള്ളതായി തന്നെ പോകും. ഒരു ദിവസം കണ്ണനും രാധയും കൂടി വൃന്ദാവനത്തിലൂടെ നടന്നു പോകുമ്പോ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോ രാധാദേവിക്കൊരു സംശയം. കണ്ണനോട് ചോദിച്ചു, കണ്ണാ എനിക്കൊരു സംശയമുണ്ട്, എന്താണ് എന്ന് ചോദിച്ചു. കണ്ണൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത് നിന്ന തുളസിയിൽ നിന്നും ഒരു തുളസിയില എടുത്തിട്ട് പറഞ്ഞു, ഈ തുളസിയിലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ചോദിച്ചു, അതെന്താണ് എന്ന്. അപ്പോൾ പറഞ്ഞു, ജീവിതകാലം മുഴുവൻ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ്സിരുന്ന് സ്വയം ഇല്ലാതായി പിന്നീട് ഭൂമിയിൽ വന്ന് ജനിച്ച ഒന്നാണ് ഈ തുളസിയില. ഈ തുളസിയിലയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ഭഗവാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ രാധാദേവിയെ കണ്ണൻ കണ്ടില്ല. രാധാദേവി അന്വേഷിച്ച് വൃന്ദാവനത്തിലേക്ക് പോയപ്പോ ആ രാധാറാണി അവിടെ എല്ലാം നടന്ന് ഓരോ തുളസിയിലകൾ ഇങ്ങനെ എടുത്ത് പറിച്ച് കെട്ടി ഇങ്ങനെ കിടക്കുന്നു. അതെല്ലാം കൊണ്ടുവന്ന് കണ്ണന് കൊടുത്തു മാലയായിട്ട്. ആ മാല കണ്ണൻ തന്റെ കഴുത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോ അല്പസമയം കഴിഞ്ഞപ്പോഴുണ്ട് കണ്ണന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. ഇപ്പൊ രാധാറാണി ഓടിച്ചെന്ന് കണ്ണന്റെ കണ്ണുകൾ തുടച്ചു. എന്തിനാ കണ്ണാ കരയുന്നത്? നീ കരയുമ്പോൾ ഞങ്ങൾ കൂടി വിഷമമാണ്, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ കണ്ണൻ പറഞ്ഞു, ഈ തുളസിയുടെ വേദനയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ചോദിച്ച്, എന്ത് വേദനയാണ്? തുളസിക്ക് എന്ത് വേദനയാണുള്ളത്? അപ്പോൾ പറഞ്ഞു, തുളസിയോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ആ തുളസിയിലകളെല്ലാം പിച്ചി പറിച്ചെടുത്ത് മാല കെട്ടിയപ്പോ എത്രമാത്രം വേദനിച്ചെന്നറിയാമോ ആ തുളസി എന്ന ദേവിക്ക്? തുളസി ദേവിക്ക് എത്രമാത്രം വേദനിച്ചെന്നറിയാമോ? ആ വേദനയെല്ലാം ആ തുളസി ദേവി എന്റെ മാറിൽ കിടന്ന് എന്നോട് പറയുകയാണ്. ആ തുളസിക്ക് ഉണ്ടായ ഓരോ വേദനകളും ഞാനാണ് അനുഭവിക്കുന്നത്. അപ്പോൾ രാധാദേവി ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ആ തുളസിയിലകൾ കൊണ്ട് മാല കെട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ആ തുളസിയുടെ അടുക്കൽ ചെന്ന് പറയണം, കണ്ണന് മാല കെട്ടുവാനുള്ള തുളസി ദളങ്ങൾ എനിക്ക് നൽകണമെന്ന് പറഞ്ഞാൽ ആ തുളസിയിൽ പാകമായിരിക്കുന്ന തുളസിയിലകൾ വളരെ കൃത്യമായി അതിനെ വേദനിക്കാത്ത വിധത്തിൽ എടുക്കണമെന്നാണ്.
അതുകൊണ്ടാണ് പിച്ചാത്തികൾക്ക് ഇരുമ്പ് ഉപയോഗിക്കരുതെന്ന് പറയും. തുളസിയേക്കൽ ഇരുമ്പ് ഉപയോഗിക്കരുതെന്ന്, നഖം ഉപയോഗിക്കരുതെന്നൊക്കെ പണ്ടുള്ളവർ പറയും. ഇല്ല, അങ്ങനെയൊക്കെ പറയില്ലേ പണ്ടുള്ളവർ? ആ തുളസിക്ക് വേദനിക്കരുതെന്നാണ്. നമ്മളെ ആൾക്കാർ പിന്നെ തുളസിക്ക് വേദനിച്ചു എന്തോന്ന് തുളസി എന്ന് പറയുന്നത്. പക്ഷെ അതിനുമുണ്ടൊരു ജീവൻ. ആ തുളസിയിലകൾ കൊണ്ട് കൃത്യമായി പ്രാർത്ഥനയോടുകൂടി ആ തുളസിമാല കെട്ടി ഭഗവാന്റെ അടുക്കൽ കൊണ്ടുവെക്കുമ്പോ ആ ഭഗവാന്റെ കഴുത്തിലേക്ക് ആ തുളസിമാല ഇട്ട് കഴിയുമ്പോൾ തുളസി ദേവി പറഞ്ഞു കൊടുക്കണം നമ്മളുടെ കാര്യം. അതുകൊണ്ടാണ് കണ്ണന് തുളസിമാല കൊണ്ട് കൊടുക്കാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കും അമ്പലക്കാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലുമല്ല, നമുക്ക് വേണ്ടിയിട്ടാണെന്ന്. ഭഗവാന്റെ അടുക്കൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് തുളസിയിലയായത് അതുകൊണ്ട് തന്നെയാണ്. ആ ഭഗവാന്റെ മുമ്പിൽ തുളസിയിലകൾ കൊണ്ട് നല്ല മാലകൾ ഉണ്ടാക്കി ആ മാല കൊണ്ടൊന്ന് ഭഗവാന്റെ മുമ്പിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നും പറയണ്ട ഭഗവാനോട്. കാരണം നമുക്ക് പറയാനുള്ളതെല്ലാം ആ തുളസി ദേവി കണ്ണനോട് പറയും. കണ്ണന്റെ മാറിൽ ഇങ്ങനെ കിടന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരേ ഒരാൾ തുളസി ദേവി മാത്രമേ. ആ തുളസി ദേവി പറയേണ്ടത് നമ്മളുടെ കാര്യമാണ്. അങ്ങനെ വീണ്ടും പിറ്റേ ദിവസവും തുളസിയിലകൾ കൊണ്ട് നല്ല മാല കെട്ടി കണ്ണനെയും കാത്ത് രാധയിരുന്ന് കണ്ണൻ വന്നപ്പോൾ ആ തുളസിമാല ഇട്ടു. ആ തുളസിമാല കണ്ണന്റെ കഴുത്തിലിട്ടപ്പോൾ കണ്ണൻ ആനന്ദത്തോടു കൂടി രാധാദേവിയുമായി ആനന്ദ നൃത്തം നടത്തിയെന്നാണ് പറയുന്നത്. ഭഗവാൻ കൊടുക്കുന്നത് ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന സങ്കല്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് മൈപ്പീലിയും മുടക്കുടലും ഒക്കെ ഭഗവാന് സമർപ്പിക്കുവാൻ പറയുന്നത്. ഭഗവാന് കൊടുക്കാനല്ല പറയുന്നത്, ഭഗവാന് സമർപ്പിക്കാനാണ് പറയുന്നത്. എങ്കിലേ അത് ഭഗവാന് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു നിലവിളക്ക് മേടിക്കും, അതിനകത്ത് നമ്മുടെ പേര്, വീട്ടുപേര്, ഫോൺ നമ്പർ, നമ്മുടെ മെയിൽ ഐ ഡി വരെ നമ്മളിപ്പോ എഴുതും. എല്ലാം എഴുതിയിട്ടാണ് ഇത് എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. നിന്റേത് എനിക്കെന്തിനാണെന്ന് ഭഗവാൻ ചോദിക്കും. ഇത് ഭഗവാനുള്ളതാണെന്ന് പറഞ്ഞ് ഭഗവാന്റേതായി കൊടുക്കണമെന്നാണ്. അപ്പോഴേ അത് ദേവസ്വം ആകത്തുള്ളൂ. അതായത് ദേവന്റെ സ്വത്തായി മാറും. ദേവന് സമർപ്പിക്കുന്നതേ ഭഗവാൻ അതിന്റെ ഗുണം, അതെന്താണോ കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഗുണങ്ങൾ നമുക്ക് അനുഗ്രഹമായി നൽകുകയുള്ളൂ. ഓരോന്നും കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഞാൻ എന്തെല്ലാം ആ ഭഗവാന് കൊടുത്തു, എന്നിട്ട് എനിക്ക് ഒരു പ്രയോജനമില്ലെന്ന് പറയുന്നതിന്റെ പ്രധാന കാര്യം നമുക്കത് ആ വഴിപാടുകൾക്ക് പലതിനും ഫലമില്ലാത്തതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഭഗവാൻ കൊടുക്കുന്നത് ഭഗവാനായിട്ട് സമർപ്പിക്കണം. അതാണ് സമർപ്പണത്തിനുള്ള ബലം. പിന്നീട് അത് നമ്മളുടേതല്ല. സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടേതല്ല. അതിൽ നമുക്ക് പിന്നെ അധികാരമൊന്നുമില്ല. വഴിപാടുകൾ നടത്തുമ്പോൾ, വഴിപാട് നിവേദ്യങ്ങൾ ഭഗവാൻ കൊടുക്കുമ്പോൾ ആ നിവേദ്യം ഭഗവാൻ സ്വീകരിക്കും. സ്വീകരിച്ചു കഴിഞ്ഞ് നമുക്കത് പ്രസാദമായി നൽകും. പ്രസാദമായി നൽകുന്നതും ഭഗവാനല്ല. ഭഗവാൻ ഒരു നിവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ നിവേദ്യം കഴിക്കുന്നത് രണ്ടുപേരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ആ നിവേദ്യം കഴിക്കുന്നത് രണ്ടുപേരാണ്. രണ്ടാമത്തെ ആളാണ് നമുക്ക് നൽകുന്നത്, പ്രസാദമായി നൽകുന്നത്. ഭഗവാൻ ആദ്യം നിവേദ്യം കൊടുക്കുമ്പോൾ ഭഗവാൻ അതെല്ലാം നിവേദിച്ചു കഴിഞ്ഞ് നിവേദ്യം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ചിന്തിച്ചിട്ടുണ്ടാകാം. ആ നിവേദ്യം കഴിച്ചു കഴിഞ്ഞ് ഭഗവാൻ എല്ലാം നിവേദിച്ചു കഴിഞ്ഞ് ഭഗവാന്റെ അടുക്കൽ നിന്നും ഒരു പൂവെടുത്ത് ആ നിവേദ്യത്തിന്റെ വടക്കു ഭാഗത്തേക്ക് മാറ്റിയിടും. എന്നിട്ട് അതിനൊരു അർഘ്യം കൊടുത്തിട്ട് ഈ നിവേദ്യം ആ പൂവിലേക്ക് നിവേദിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓ, പിന്നെ ചുമ്മാ പറഞ്ഞു, പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ നിവേദിക്കുന്നത് പിന്നീട് ഭഗവാന്റെ അടുക്കൽ നിന്ന് ഒരു പൂവ് എടുത്തിട്ട് ആ പൂവെടുത്ത്, തറയിൽ കിടക്കുന്ന പൂവെടുത്ത് വീണ്ടും നിവേദ്യത്തിലേക്ക് ഇടും. ആ വെളിയിലിടുന്ന പൂവ് ആ ഏത് ദേവതയാണെന്ന് പറയാമോ? അത് പറയുന്ന ഇപ്പൊ ഒരു സമ്മാനം 10 വരെ എണ്ണുന്നതിന് ഇപ്പുറം പറഞ്ഞാൽ ഒരു സമ്മാനമാണ്. വിജയചേട്ടൻ മാത്രം മറുപടി പറയും. 1, 2, 3, 4, 5, 6 അറിയാമോ? കൈകൊട്ടാം. 7, 8, 9 രാധേ 8, 9, 9:15, 9:30. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒരു സമ്മാനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ആ ഭഗവാൻ ഇവിടെയും ഈ ക്ഷേത്രത്തിലും
നീ ക്ലൂ തരാം. ശിവൻ, പരമശിവൻ ഇവിടെ ഉണ്ടോ? കുഞ്ഞുങ്ങൾ അവർക്ക് അറിയാവുന്ന പേരുകളെങ്കിലും പറയുന്നു. ചുമ്മാ പറഞ്ഞു നോക്കണം. എന്തോ കൃഷ്ണൻ എന്തോ എന്തോ ഇല്ല മോനെ എന്തോ പറഞ്ഞെന്തോ ഗണപതി ഒന്നുമല്ല. മുരുകൻ, ഭദ്രകാളി, വരട്ടെ ഓരോന്ന് അറിയാവുന്ന പേരുകളൊക്കെ പറയട്ടെ. ഒന്ന് നിങ്ങൾ ശ്രമിച്ചു ആരുടെയെങ്കിലും ചോദിക്കും. അടുത്തിരിക്കുന്നവരോട് പറയാലോ. അങ്ങനെ ആ കുഞ്ഞുങ്ങളെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുക. അവര് പരിശ്രമിക്കുന്നുണ്ട്. എന്ത് സമ്മാനമാണെങ്കിലും അത് മേടിക്കാൻ. തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ എന്ന് വിചാരിച്ച പറയട്ടെ. വരട്ടെ പറഞ്ഞു. അമ്മ പറഞ്ഞു. പറയമ്മേ. തെറ്റിക്കോട്ടെ അമ്മേ. അമ്മേതോട്ടെ. എനിക്കിങ്ങനെ കേൾക്കത്ത് പൊതുവെ എനിക്ക് ചെവിക്ക് കേൾവിക്കുറവുള്ളതാണ്. അമ്മ അവർക്ക് പറഞ്ഞാട്ടെ. തെറ്റുന്നേ തെറ്റട്ടെ. ഇവിടെ കൊണ്ടുവന്നിരുന്നേ. അമ്മ എന്താ പേര് പറഞ്ഞു? ആര്? അടുത്തു വന്നു. അടുത്തു വന്നു. ചുമ്മാതെ അമ്മ അച്ഛനും ഇല്ലേ കൊച്ചുങ്ങളെ കൊണ്ട് ചുരിചോറ് വാങ്ങിക്കുന്നത്. പറയടാന്ന് പറഞ്ഞ് അച്ഛനും അമ്മ പറഞ്ഞു കൊടുക്കും. പറയടാ കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടട്ടെ. അല്ല, നമ്മൾ അറിയണം. നമ്മൾ ഓരോരുത്തരും അറിയണം. പറയാമോ ആരെങ്കിലും? അല്ലല്ല, ഭഗവാൻ എന്ത് കൊടുത്താലും അത് ആദ്യം മേടിക്കാൻ അധികാരം ഈ ഭഗവാൻ. ഭൂതഗണങ്ങൾ ഒരാളാ. ഗണപതി ഒന്നും ശിവനും അല്ല. പാൽപ്പായസം കഴിക്കുമ്പോ ആലോചിക്കണം ഇത് ആ ആളുടെയാണ്. നമ്മളെടുത്ത് വെച്ച് 3-4 ഗ്ലാസ് കഴിക്കുമ്പോൾ ആദ്യം സ്വീകരിക്കാൻ അധികാരം ഈ ആൾക്കാണ്. ഈ ആളിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് അത്രയെങ്കിലും ബുദ്ധിപൂർവം പറഞ്ഞല്ലോ. എന്തോ അല്ല, അത് തിരുമേനിയൊന്നുമല്ല. ഇനി ഒരു ക്ലൂടെ തരാം. ഈ ഭഗവാന്റെ പേരിൽ ഒരു തൊഴില് തന്നെയുണ്ട്. ഈ ഭഗവാന്റെ പേരിൽ ഭഗവാനെ തന്നെ ഈ ആളുടെ പേരിൽ ഭഗവാനെ തൊഴുന്നതിനും ഈ ഭഗവാന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴും. എത്ര തൊഴുതവരാണെന്നറിയാമോ? മഹാവിഷ്ണു തൊഴിലെന്നാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് എവിടാണെന്നറിയാം? ഗുരുവായൂരാണ്. ഗോമാതാവ്. ഈ അടുത്തിരിക്കുന്നവരുണ്ടല്ലോ, തെറ്റ് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നു പറയും. നന്ദിയേശൻ, നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അത്രയും ചിന്തിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് കൂടുതൽ. ഗുരുവായൂർ ഈ തൊഴിലിനാണ് പ്രാധാന്യം. എന്നാലെങ്കിലും പറ, എത്ര തൊഴുതാ ഗുരുവായൂർ? നമ്മളെല്ലാം ഗുരുവായൂര് ഏത് തൊഴിലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നിർമ്മാല്യം. അതാരാണ്? നിർമ്മാല്യം. നിർമ്മാല്യം എന്ന് വെച്ചാൽ എന്താണ്?
പൂജ കഴിഞ്ഞ് പൂക്കളാണ് അല്ല, ഭഗവാൻ ഉപയോഗിച്ച് കഴിഞ്ഞത് എന്താണ്? നിർമാല്യമാണ്. അത് ധരിക്കുന്ന ആളിനെ എന്ത് പറയും? നിർമാല്യധാരി എന്ന് പറയും. കഴിയുന്നുണ്ടോ? നന്നായി. നിർമാല്യം ധരിക്കുന്ന ആളിനെ നിർമാല്യധാരി എന്ന് പറയും. എല്ലാ ക്ഷേത്രങ്ങളിലുമുണ്ട് അങ്ങനെ ഒരു നിർമാല്യധാരി. വിഷ്ണു ഭഗവാന്റെ നിർമാല്യധാരിയുടെ പേര് വിശ്വക്സേനൻ എന്നാണ്. എന്താ പേര്? കേട്ടിട്ട് പോലുമില്ല. എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് നിർമാല്യധാരി. ഓരോരുത്തർക്കും ഓരോന്നാണ്. ശിവന്റെ അമ്പലത്തിൽ ചെന്നാൽ അത് ചണ്ഡേശ്വരനാണ്. അതെവിടെ ഇരിക്കുന്നതെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി അത് മനസ്സിലാകും. കിഴക്കോട്ടുള്ള ശ്രീകോവിൽ എന്നിരിക്കട്ടെ. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ശ്രീകോവിൽ. ആ ശ്രീകോവിലിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് നിന്നും അല്പം ഇപ്പുറത്തോട്ട് മാറി ശിവലിംഗാകൃതിയിൽ ഒരു ബലിക്കല്ല് കണ്ടിട്ടുണ്ടോ? ബലിക്കല്ല് കണ്ടിട്ടുണ്ടോ? ഒരു ശിവലിംഗാകൃതിയിലുണ്ട്. അതായത് കിഴക്കോട്ടാണേലും പടിഞ്ഞാട്ടാണേലും ഈ നിർമാല്യധാരിയുടെ സ്ഥാനം അതാണ്. വടക്ക് കിഴക്കേ മൂല, ഈശകോണം എന്ന് പറയും. ആ ഈശകോണിൽ നിന്ന് അല്പം ഇങ്ങനെ വടക്കോട്ട് മാറിയിട്ട് ഒരു ശിവലിംഗാകൃതിയിലുള്ള ഒരു ബലിക്കല്ല് കാണും. അതിന്റെ പേര് നിർമാല്യധാരി എന്നാണ്. അത് വിഷ്ണുവിന്റെ നിർമാല്യധാരി എന്ന് പറയുന്നത് വിശ്വക്സേനൻ എന്നാണ്. ആ ദേവന് നിവേദിച്ചതാണ് നമ്മൾ കഴിക്കുന്ന പാൽപ്പായസവും തുടങ്ങിയവയെല്ലാം. ഇനിയെങ്കിലും അതൊന്ന് ഓർത്തോണം. നമ്മൾ വിചാരിക്കും ഭഗവാൻ കഴിച്ചിട്ട് നമുക്ക് നേരിട്ട് തരുവാണ്. ഭഗവാൻ കഴിച്ചിട്ട് നേരിട്ടല്ല നമുക്ക്. ആ നിർമാല്യധാരിക്ക് കൂടി നിവേദിച്ചിട്ടേ അത് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ അധികാരമുള്ളൂ എന്നാണ്. വിഷ്ണുവിന്റെ വിശ്വക്സേനൻ, ഭഗവാൻ പരമേശ്വരന്റെ പരമശിവന്റെ ആണെങ്കിൽ ചണ്ഡേശ്വരൻ, ഗണപതിയുടെ കുംഭോദരൻ, ശാസ്താവിന്റെ സുബ്രഹ്മണ്യന്റെ ദൂർധസേനനും ഘോഷവദനും, ദുർഗാദേവിയുടെ മുണ്ടിനി, ഭദ്രകാളിയുടെ ശേഷിക. ഇതൊക്കെ ഈ ബലിക്കല്ലൊക്കെ ഇരിക്കുന്നത് അറിയാമല്ലോ അല്ലേ? ബലിക്കല്ലൊക്കെ ഇരിക്കുന്നത്. ആ ബലിക്കൽ ശാസ്താവ് എന്ന് പറയുന്ന ഒരു വിഗ്രഹം ഉള്ളത് അറിയാം. പിന്നെ ബലിക്കല്ല് അറിയാം, ബലിക്കല്ല് ഉണ്ടെന്ന് അറിയാവുന്നില്ല. അതൊരു ദിവസം പറയാം. അപ്പൊ ഇത് ഈ നിർമാല്യധാരിയായിരിക്കുന്ന വിശ്വക്സേനൻ എന്ന് പറയുന്ന ഭഗവാന്റെ നിവേദിച്ചതാണ് നമുക്ക് കിട്ടുന്ന പ്രസാദമായിട്ട് നമ്മളെല്ലാം സ്വീകരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹ കലകൾ നമ്മളിത് എന്ത് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയി? എന്ത് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയി? എന്തോ തുളസിയുടെ കാര്യം. അപ്പോൾ തുളസി ദേവിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഭഗവാന്റെ അടുക്കൽ നമ്മളുടെ കാര്യം നേരിട്ട് പറയുന്ന ഒരേ ഒരാൾ ആ തുളസിയാണ്, തുളസി ദേവിയാണ്. അതുകൊണ്ടാണ് തുളസി നമ്മളുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത്. തുളസി ദേവി ഇരിക്കുന്നിടം ശുദ്ധമാണെന്നുള്ളതാണ്. തുളസി നിന്ന് വളരുന്ന സ്ഥലം ശുദ്ധമാണെന്നും അവിടെ ഐശ്വര്യമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തുളസിയിലകൾ കൊണ്ട് നല്ല മാലയുണ്ടാക്കി ഭഗവാന് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ തുളസി ദളങ്ങൾ ഭഗവാന് കൊണ്ടുവന്ന് ഭഗവാന് പൂജ കഴിക്കുമ്പോൾ നല്ല തുളസിയിലകൾ കൊണ്ട് പുഷ്പാഞ്ജലികളും പൂജകളും നടത്തുവാൻ നമുക്ക് സാധ്യമാണ്. അത് നമ്മളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഈ കൃഷ്ണക്ഷേത്രത്തിന്റെ സൈഡിലെല്ലാം നിങ്ങൾക്ക് തുളസി കൊണ്ടു നട്ടിട്ട് അവര് നോക്കിക്കൊള്ളുമെന്ന് വിചാരിക്കരുത്. നമ്മൾ തന്നെ നോക്കണം. ആ തുളസി വളരണം. തുളസി നന്നായി വളർന്ന് അതിൽ നിന്നും തുളസിയിലകൾ പറിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമുക്ക് പറയേണ്ടതെല്ലാം, നമുക്ക് വേണ്ടി പറയേണ്ടതെല്ലാം ആ ഭഗവാനോട് പറയുന്നതാണ്. ഇങ്ങനെ പറയുന്ന ഒരേ ഒരാള് തുളസി ദേവി മാത്രമേ. അതുകൊണ്ടാണ് തുളസി മഹാത്മ്യം എന്ന് തന്നെ തുളസി ദേവിയുടെ സങ്കല്പത്തിന് പറയുന്നത്. അപ്പൊ അത്രമാത്രം വിശേഷതയും സവിശേഷതയും ഉണ്ട് ഭഗവാൻ ഉള്ളതിൽ ഓരോന്നിനുമെന്ന് നമ്മൾ അറിയും. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യവും സവിശേഷതയും ഉണ്ട്. അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എപ്പോഴും അതിന്റെ സങ്കല്പങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഏതൊരു വഴിപാടിന്റെയും ഭാഗമായി നമ്മൾ മാറും.
ഇപ്പൊ തന്നെ നാളെ നടക്കാൻ പോകുന്ന സാധ്യമഹാഗണപതി ഹോമം, നാളെ നടക്കുന്ന സാധ്യമഹാഗണപതി ഹോമത്തിന്റെ വിശേഷത ഏതാണ്? ഗണപതി ഹോമത്തിൽ ഗണപതി എന്ന് പറയുന്നത് സങ്കല്പം തന്നെ പലതാണ് എന്നുള്ളതാണ്. പല വിധത്തിലുള്ള ഗണപതിമാരും, ബാലഗണപതിയും അതോടൊപ്പം തന്നെ സാധ്യ ഗണപതിയും നർത്തന ഗണപതിയും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് ഗണപതിയുണ്ട്. വൈകുന്നേരം ഗണപതി ഹോമം നടത്തുന്ന അറിയാം, വൈകുന്നേരവും ഗണപതി ഹോമം നടത്തും എന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ വന്ന് തിരുമേനിയോട് വൈകിട്ട് ഗണപതി ഹോമം നടത്തണമെന്ന് പറയും. വൈകിട്ട് നടത്തുന്ന ഗണപതി ഹോമത്തിന്റെ പേര് ചെങ്കണപതി ഹോമം എന്നാണ്. അത് ഒരു വിധിയായിട്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു നിർദ്ദേശമായി ഒരു പരിഹാരമായിട്ടൊക്കെ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ എങ്കിലും വൈകുന്നേരമാണെങ്കിലും ഗണപതി ഹോമം ചെയ്യും. ഉദയത്തിന് മുമ്പേ ഗണപതി ഹോമം നടത്താവൂ എന്നും വിധിയില്ല. ഓരോ സമയങ്ങൾക്കും ഓരോ കാലങ്ങൾ കഴിയും തോറും ഗണപതിയുടെ ധ്യാനത്തിൽ വ്യത്യാസം വരികയും അവയുടെ പൂജകളിലും വ്യത്യാസങ്ങൾ വരികയും ഒക്കെ ചെയ്യും. ആദ്യം ചെയ്യുമ്പോൾ ബാലഗണപതിയാവും, പിന്നീട് സാധ്യ ഗണപതിയാവും, പ്രണമോചനമാവും, അങ്ങനെ ഓരോരോ സങ്കല്പം. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള ഗണപതി ഹോമമാണ് ഇവിടെ വെച്ചത്. ഇന്ന് ബാലഗണപതി ഹോമമായി. ആ ബാലഗണപതിക്ക്, ബാലനായിരിക്കുന്ന ഗണപതിക്ക് കാലത്ത് ലോലമായി തന്നെ നമ്മൾ നിവേദ്യങ്ങൾ കൊടുക്കും. നാളെ സാധ്യ മഹാഗണപതി ഹോമം എന്ന ഗണപതി ഹോമമാണ് രാവിലെ നടക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ സവിശേഷമായ വിധത്തിൽ സാധിക്കപ്പെടേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അതായത് ഗണപതി ഭഗവാൻ ഒരു പ്രത്യേകതയുണ്ട്, ഒന്നല്ല രണ്ട് പ്രത്യേകതകളും. എല്ലാ കാര്യങ്ങളിലും തടസ്സം ഉണ്ടാക്കുന്നത് ഗണപതിയാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സം ഉണ്ടാക്കുന്നത് ഗണപതിയാണ്. ആ ഗണപതിയാണ് എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്നത്. വേറെ ആർക്കും ആ ഒരു പ്രത്യേകതയില്ല. എല്ലാ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതും ഗണപതിയാണ്, എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്നതും ആ ഗണപതി ഭഗവാൻ. പിന്നീട് അതുകൊണ്ടാണ് വിഘ്നേശ്വരനായിട്ട്, വിഘ്നങ്ങൾക്കെല്ലാം ഈശ്വരനായിട്ട്, വിഘ്നം മാറ്റുന്ന ആളെന്നല്ല പറയുന്നത്, വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടും ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് വിഘ്നേശ്വരൻ എന്ന, തടസ്സങ്ങൾക്കെല്ലാം ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഗണപതിക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഗണപതിയുടെ ഗണപതി ഹോമത്തിങ്കൽ നാളെ മലര് ഹോമിക്കും. വിശേഷമായി സാധ്യ മഹാഗണപതി മന്ത്രത്താല് മലര് നാളെ ഹോമിക്കും. അപ്പൊ അതിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. അകത്ത് ഗണപതി ഹോമം നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ യജ്ഞശാലയിൽ നടക്കുന്ന ഗണപതി ഹോമത്തിനകത്ത് അങ്ങനെ ഒരു നിയന്ത്രണമില്ല. ശുദ്ധിയുടെ വിഷയമേ ഇല്ല. അശുദ്ധി ഉണ്ടാകണം എന്നല്ല പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നാളെ ഗണപതി ഹോമം വഴിപാട് നടത്തുന്നവർക്കുള്ള ഒരു പ്രത്യേകതയാണ്, അവർക്ക് കയ്യില് മലര് നൽകും. സാധ്യ മഹാഗണപതി മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് അവരവർക്ക് എന്താണോ ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത് അത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തന്നെ ആ ഹോമകുണ്ടത്തിലേക്ക് നേരിട്ട് സമർപ്പിക്കുവാൻ സാധിക്കും. നാളത്തെ സവിശേഷത ഏതാണ്? അപ്പോൾ ഇന്ന് പോകുമ്പോ നാളത്തേക്കുള്ള ഗണപതി ഹോമത്തിനൊക്കെ പേരുമൊക്കെ എഴുതി കൊടുത്തിട്ട് പോയാല് നാളെ രാവിലെ 6:30 ഗണപതി ഹോമം തുടങ്ങും. 5 മണിക്കൊന്നുമില്ല, 6:30 ഗണപതി ഹോമം തുടങ്ങും. അപ്പോ 6:30 ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാകണം. എപ്പോഴെങ്കിലും വന്ന് പ്രസാദം മേടിക്കാം എന്ന് പറയുന്നത് കൊണ്ട് കാര്യമാകുന്നില്ല. ആ വഴിപാട് നടക്കുമ്പോൾ നിങ്ങൾ പ്രസാദം മേടിക്കും. അപ്പൊ ആ വഴിപാട് നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാകും. ആ ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം മലര് കയ്യിൽ നൽകും. മലര് നൽകി അത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വന്ന് ഇവിടെ സമർപ്പിക്കും. ആ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം അടുത്ത സപ്താഹത്തിന് മുമ്പ് കാര്യം ഉറപ്പായിട്ടും നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഒരു യോഗവും കൂടി ഉണ്ടാകണം എന്നുള്ളതാണ്. ആ യോഗം ഉണ്ടെങ്കിൽ അതിന്റെ തടസ്സങ്ങളെല്ലാം ഗണപതി ഭഗവാൻ മാറ്റും. പണ്ടൊരാൾ ചോദിച്ചതാണ്, വഴിപാട് നടത്തി എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ സാധിക്കുമോ? വഴിപാട് എന്ത് നടത്തിയാൽ നടത്തുമെന്നുള്ളതാണ്. തന്റെ വിട്ടുതരമാണ് എങ്കിൽ പോലും വഴിപാടുകൾ നടത്തുന്നത് ഏതൊരു കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാകാതിരിക്കാൻ, ഉണ്ടാകുന്ന തടസ്സങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പുതിയ വിധിക്കല്ല ഒരു വഴിപാടുകളും നടത്തുന്നത്. ആ വിധിയെ മാറ്റിയെടുക്കുവാൻ ഒരു ഈശ്വരന് പോലും സാധ്യമല്ല. ആ വിധിയെ മാറ്റുകയല്ല, ആ വിധിയിലുള്ള തടസ്സങ്ങളെ മാറ്റുകയാണ്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങളെ മാറ്റുകയാണ് ഏതൊരു വഴിപാടിന്റെയും പ്രാധാന്യം. അത് പറയില്ലേ നമ്മളോട്, താൻ പാതി ദൈവം പാതി എന്ന്. അതിന് പകുതി നമ്മളാണ്.
നമ്മൾ തന്നെ പകുതി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാം ഭഗവാന് ഒരു പാൽപ്പായസം കഴിച്ചാൽ എല്ലാം ഭഗവാൻ ഏറ്റോളും, രാവിലെ ഭഗവാൻ ഇറങ്ങി അതെല്ലാം ചെയ്തു തരും എന്നും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യാനായി തയ്യാറെടുക്കുമ്പോ അതിന് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ബലവും ഒരു പിന്താങ്ങലും ഈശ്വരൻ നമുക്ക് നൽകും. അതില്ലാതെ നമുക്ക് സാധിക്കില്ല. പരീക്ഷയ്ക്കെല്ലാം പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ മറക്കാതിരിക്കണം. നമ്മൾ ഓർക്കുകയെന്നുള്ളതല്ല പ്രധാനം, അത് പഠിച്ചത് മറക്കാതിരിക്കണം. മറക്കാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കും. അതാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഞാൻ കൊണ്ടുപോകുന്ന ഉത്തരവെല്ലാം വരണമെന്നോ അല്ലെങ്കിൽ ഞാൻ പരീക്ഷയ്ക്കെല്ലാം ഫുൾ മാർക്ക് മേടിച്ച് ജയിക്കണമെന്നോ ഒന്നും അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പഠിച്ചത് നമ്മൾ മറക്കാതെ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കും. അതിനാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. അത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും പഠിക്കാതെ പരീക്ഷയ്ക്ക് ജയിപ്പിക്കണമെന്ന് പറഞ്ഞാലൊന്നും ഒരു ഭഗവാനും ശ്രദ്ധിക്കത്തില്ല. എന്നിട്ട് നമ്മൾ ഭഗവാനെ വഴി പറയും. ഒന്നിൽ ഭഗവാനെയും വഴി പറയും, പിന്നെ പഠിപ്പിച്ച സാറിനെ പറയും. നമ്മുടെ കുഞ്ഞു പരീക്ഷയ്ക്ക് തോറ്റാൽ നമ്മൾ കുറ്റം പറയുന്ന രണ്ടുപേരെയാണ്. ഒന്ന് ഭഗവാനെയും, രണ്ട് പഠിപ്പിച്ച സാറിനെയും. ഇല്ലേ? നമ്മുടെ കുഞ്ഞു പഠിക്കാത്തതാണെന്ന് ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ നാളത്തെ ഗണപതി ഹോമത്തില് നിങ്ങൾ സദ്യമായ ഗണപതി ഹോമത്തിൽ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാളെ 11 മണിക്ക് ഗോവിന്ദാഭിഷേകം. ഗോവിന്ദ ഒരു കാര്യത്തെ തന്നെ 3 രീതിയിൽ പറഞ്ഞിരിക്കുന്ന കഥ എന്ന് പറയുന്നത് ഗോവിന്ദാഭിഷേകം. അതിനെ പല രീതിയിൽ പറയും. ഒന്ന് ഗോവിന്ദ വട്ടാഭിഷേകം എന്ന് പറയും, 2 ഇന്ദ്രദർപ്പഹരണം എന്ന് പറയും, 3-ാമത്തേത് ഗോവർദ്ധനോദ്ധാരണം എന്നും പറയും. 3 പേരുകളിലാണ് ഒരു കഥാഭാഗത്തെ അറിയപ്പെടുന്നത്. ആ സമയത്ത് ഭഗവാനെ കാണാൻ വരുമ്പോ അഭിഷേകത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ, അത് നിങ്ങൾ പേരെഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പാലും കരിക്കും പനിനീരും ഒക്കെ ഇവിടെ നിന്ന് നൽകും. ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന് ഭഗവാൻ ഇത് നേരിട്ട് സമർപ്പിക്കാം. ആ നേരിട്ട് സമർപ്പിക്കുന്നതാണ് ഇവിടെ അഭിഷേകത്തിനായിട്ട് എടുക്കുന്നത്. നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതിലെല്ലാം അതിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ കുറെ കൂടി നമുക്ക് തന്നെ ആ സമർപ്പണത്തിൽ ഒരു ബലമുണ്ടാകും. നമ്മൾ ചെയ്യുന്ന ഒരു വഴിപാടുകൾ ചെയ്യുമ്പോ ആ ചെയ്യുന്ന വഴിപാടുകളുടെ ഭാഗമായിട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് അതിന് കൂടുതൽ ബലം ഉണ്ടാകുന്നത്. ഒരു പൂവിന് സുഗന്ധം വരുന്നത് പോലെയാണ് നമ്മൾ തന്നെ ആ കർമ്മങ്ങള് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്. നാളെ വൈകിട്ട് 5:30 തുളസി പൂജയുണ്ട്. വീട്ടിൽ തുളസി തൈയൊക്കെ ഉണ്ടെങ്കിൽ 2 തുളസി തൈ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ തുളസി തൈയൊക്കെ ഇപ്പൊ മേടിക്കാൻ കിട്ടും. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു തുളസി തൈ നമുക്ക് ഇവിടെ നടാം. നിങ്ങൾക്ക് ഇവിടെ നടാം. ഇവിടെ ഉണ്ട്, ഇവിടെയും ഉണ്ട് തുളസി. തുളസി തൈ ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നൽകും. വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും കുറച്ച് തുളസി തൈ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇവിടെ നടാം. അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നമുക്ക് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് അറിയാം, തുളസി വന്ന് നട്ടിട്ട് നമ്മൾ 2 മാസം കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ വന്ന് ചോദിക്കരുത് എന്ത് ചെയ്യാൻ ഇവിടെ നട്ട തുളസി. ഇവിടെ നട്ടിട്ട് പോകാനല്ല പറഞ്ഞത്, ആ തുളസിയെ പരിപാലിക്കണം. നമ്മൾ ഒറ്റ ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. ആ തുളസി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഇവിടെ എവിടെയെങ്കിലും നട്ടു കഴിഞ്ഞാൽ ആ തുളസി കിളിച്ച് നന്നായി കിളിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും തുളസി ഇലകൾ പറിച്ചൊരു നല്ല മാലയാക്കി ഭഗവാന് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മളൊരു തീരുമാനമെടുക്കണം. 100% ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥന സത്യമുള്ളതാണ് എങ്കിൽ, നമ്മുടെ പ്രാർത്ഥന സത്യമുള്ളതാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ തുളസി കിളിച്ചു. അതിന് പരിശ്രമിച്ചു നോക്കണം. നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായെങ്കിൽ ആ കുറവുകളെ പരിഹരിക്കപ്പെടുക. വലിയ ദാനങ്ങളിൽ ഒന്നാണ് ഈ തുളസീദാനം എന്ന് പറയുന്നത്. നമ്മൾ ദാനം കൊടുക്കുന്നത് എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ദാനം കൊടുക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ദാനം കൊടുക്കുന്നില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വരും, ഉപയോഗിച്ച് കഴിഞ്ഞ സാരിയും മുണ്ടും ഒക്കെ ചോദിച്ചു വരില്ലേ? നമ്മളതെല്ലാം പറക്കിയും കൊടുക്കും. ചെയ്യുന്ന ഏറ്റവും വലിയ മഹാഭാവമാണെന്ന് അതൊന്ന് ഓർത്തിരുന്നോ. ഉപയോഗിച്ച് കഴിഞ്ഞതല്ല മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കും. ഉപയോഗിച്ച് കഴിഞ്ഞതിന് നമ്മൾ എന്താ പറയുന്നത്? എച്ചിലാണെന്ന് പറയില്ലേ? നമുക്ക് നൽകിയാൽ നമ്മൾ സ്വീകരിക്കൂ? നമുക്ക് നൽകിയാൽ നമ്മൾ സ്വീകരിക്കൂ? അതുപോലെയാണ് മറ്റുള്ളവർ. അവരുടെ ഗതികേട് കൊണ്ട് അവർ വന്ന് ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൊടുക്കുന്നുവെങ്കിൽ നല്ല ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും.
ഉപയോഗിച്ചു കഴിഞ്ഞ് നമുക്ക് വേണ്ടാത്തതായിട്ടുള്ളത് കൊടുക്കുകയല്ല വേണ്ടത്. അവരുടെയും ദുരിതം നമ്മൾ മേടിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. നല്ലത് കൊടുക്കണം. കൊടുക്കുന്നുവെങ്കിൽ അത് നല്ലതായി ഭംഗിയായി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു ജോഡി വസ്ത്രം നമുക്ക് വർഷത്തിൽ ഒന്നെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മൾ എത്രയോ വിലയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നു, ഇല്ലേ? എത്ര രൂപ നമ്മൾ കളയുന്നവരാണ്. ദാനം ചെയ്യുന്നതിനും വിധിയുണ്ട്. കാരണം ഏതൊരു കർമ്മം ചെയ്താലും ചെയ്യുന്ന കർമ്മത്തിനൊരു ധർമ്മം ഉണ്ടാകണമെന്നാണ്, അതിനൊരു നീതി ഉണ്ടാകണമെന്നാണ്, അതിനൊരു യുക്തി ഉണ്ടാകണമെന്നാണ്. ഒരു ധർമ്മവും നീതിയും യുക്തിയും ഒക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ. അതറിയണം നമ്മൾ. അതൊക്കെ നമ്മൾ നോക്കി ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ജീവിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു ഒരുപാട് പേർ. അവരെല്ലാം അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അവർക്ക് നഷ്ടങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് നമുക്ക് നഷ്ടങ്ങളുടെ വലിയ പരമ്പരകൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ആ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പലതും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് കൊണ്ടാണ്. തെറ്റ് ചെയ്യരുതെന്ന് പറയാവുന്ന നമ്മൾ വീണ്ടും ആ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും കള്ളം പറയരുത്, അല്ലേ? എന്നിട്ട് എന്താണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛന്റെ ഫോൺ അടിക്കുന്നത്. അപ്പൊ അച്ഛൻ ഫോൺ എടുത്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് പറയും, നീ പറ, ഞാനിവിടെ ഇല്ലെന്ന്. അമ്മ എന്ത് ചെയ്യും? അതിങ്ങോട്ട് മേടിച്ച് പറയും, അയ്യോ ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ എവിടെയോ പോയി, ഫോൺ എടുക്കാതെ പോയി. എന്നിട്ട് അച്ഛൻ ഒറ്റ കള്ളം പറയാനേ പറഞ്ഞുള്ളൂ അമ്മ ആ കള്ളത്തെ ചേർത്തുകൊണ്ട് ഒരു 10 കള്ളവും കൂടി ചേർത്ത് രാവിലെ പോയത് എപ്പോഴാ വരുന്നതെന്നൊന്നും അറിയത്തില്ല, എവിടെ പോയാന്നൊന്നും അറിയത്തില്ല. കൂടുതൽ വിശ്വാസയോഗ്യമായ കള്ളങ്ങൾ അനവധി പറയും. അല്പം മുമ്പ് കുഞ്ഞിനോട് പറഞ്ഞതേ ഉള്ളൂ അമ്മയെ അച്ഛനോട്, മോനെ നീ കള്ളം പറയരുത്, കള്ളം പറഞ്ഞാൽ കണ്ണു പൊട്ടും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ പേടിപ്പിച്ചതാണ്. കുഞ്ഞ് കാണുവാണ് ഇവിടെ മക്കൾ അമ്മയും അച്ഛനും അപ്പുറത്ത് മാറിയിരുന്ന. അച്ഛൻ ഒരു കള്ളം പറയാൻ പറഞ്ഞപ്പോൾ 50 കള്ളം പറയുന്ന അമ്മ. ഇത് കണ്ടാൽ നമ്മുടെ കുഞ്ഞ് വളരുന്നു. കുഞ്ഞെന്തെങ്കിലും തെറ്റ് കാണിച്ച് നമ്മൾ പറയുന്ന അവന്റെ അതിനുള്ള കാരണമെന്ന് പറയും. കൂട്ടുകാരൊന്നുമല്ല. ഒരു കുഞ്ഞെന്തെങ്കിലും ഒരു വഴി പിഴയ്ക്കുന്നുവെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. അമ്മയ്ക്ക് മാത്രം കൊടുക്കരുത്, മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കളിൽ പ്രാധാന്യം അമ്മയ്ക്കാണ്. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്താലും അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം. കാരണം ഒന്നും അറിയാത്ത കുഞ്ഞിനെയാണ് ഈശ്വരൻ നമ്മുടെ കയ്യിലോട്ട് വന്നല്ലേ. അതിൽ ഇത്രയും കാലം വളർത്തി വലുതാക്കിയതാരാ? കൂട്ടുകാരാണ്? അല്ല, പിന്നെ ആരാണ്? നമ്മളാണ്. അവർ ചെയ്യുന്നത് ഓരോന്നും, അവരുടെ ഓരോ മാറ്റങ്ങളെയും അറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പൊ എന്തായിരുന്നാലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പൊ നാളെ തുളസി പൂജയ്ക്കൊക്കെ വൈകിട്ട് എല്ലാവരും പങ്കെടുക്കണം. തുളസിക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മേടിച്ച് വേണമെങ്കിൽ ഇവിടെ നടാം. എന്തായിരുന്നാലും ഒരു വീട്ടിൽ നിന്ന് ഒരു തുളസിയെങ്കിലും ഇവിടെ നടാൻ ശ്രമിക്കണം. കാരണം ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ അകത്തേക്ക് വീഴുന്ന പൂക്കൾ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോ ഇവിടെ നിന്ന് പൈസയൊക്കെ കൊടുത്താ പൂക്കൾ പഠിക്കുന്നില്ലേ? അതൊക്കെ മാറി നമ്മുടെ വീട്ടിൽ നിന്നുമുള്ള പൂക്കൾ ഇവിടെ ഉണ്ടാകും. അതൊക്കെ നമ്മളെല്ലാവരും കൂടി ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കരിമരുന്നും കരിവീരനും അനാവശ്യമായ കലാപരിപാടികൾക്കുമായി എത്ര ലക്ഷങ്ങളാണ് നമ്മൾ കളയുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളാകുന്ന സഗുണോപാസന കേന്ദ്രങ്ങളെ സുരക്ഷിതത്തോടുകൂടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതകളുണ്ട്. നാളത്തെ രാവിലത്തെ ഗണപതി ഹോമവും ഗോവിന്ദവട്ടാഭിഷേകത്തിനുള്ള സാധനങ്ങളൊക്കെ പാലും കഴിക്കും പനിനീരും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നൽകും. അപ്പൊ അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് മാറാൻ സാധിക്കണം. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഓടക്കുഴലും മയിൽപ്പീലിയും തുളസിമാലയും കുടത്തിൽ വെണ്ണയും എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സമർപ്പിക്കുവാനുണ്ടെങ്കിൽ ഇപ്പോൾ അത് സമർപ്പിക്കാം. ദീപാരാധനയോടുകൂടി ഭഗവാന്റെ പൂജ നടക്കുമ്പോൾ ആ പൂജയിൽ അത് ഉപയോഗിക്കാനാണ്. ആർക്കെങ്കിലും അത് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് നമുക്ക് പരിപൂർണമായിട്ട് നമുക്കത് പൂർണ്ണതയിലേക്ക് എത്തിച്ച് ഈ 1-ാം ദിവസം നാമജപത്തോടുകൂടി ഭഗവത് പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും ജഗദീശ്വരൻ നല്ലവരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മുതൽ കുട്ടികൾക്ക് പരീക്ഷയുണ്ടാകും, അമ്മമാർക്കും പരീക്ഷയുണ്ടാകും. വൈകിട്ട് വരുമ്പോ ഓരോ പേനയുമായിട്ട് വേണം എല്ലാവരും വരാൻ. അമ്മമാർക്ക് 5 ചോദ്യമേ ഉള്ളൂ.
കുഞ്ഞുങ്ങൾക്ക് 5 ചോദ്യമുള്ളൂ കേട്ടോ. നാളെ വൈകിട്ട് പരീക്ഷയുണ്ട്. പരീക്ഷയൊക്കെ ഒന്ന് കഴിഞ്ഞ് നിർത്തിയിട്ട് സമാധാനത്തോട് ഇരിക്കുമോ? വീണ്ടും അമ്പലത്തിൽ വന്നിട്ട് അവിടെയും പരീക്ഷ. ഈശ്വര, പരീക്ഷണമോ? വീണ്ടും എന്താ കുഞ്ഞുങ്ങൾക്ക് തോന്നരുത്. പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും സമ്മാനമുണ്ട്. അതാത് ദിവസത്തിൽ പറയുന്ന ഭാഗങ്ങളെ സംബന്ധിക്കുന്ന 5 ചോദ്യങ്ങളെ, നിസ്സാരമായിട്ടുള്ള 5 ചോദ്യം അതിൽ പങ്കെടുക്കാം. അതൊക്കെ നമ്മുടെ മനോധർമ്മമാണ്. അതിന്റെ ഭാഗമാകുക എന്നുള്ളതാണ്. നമ്മുടെ അറിവിനെ പരീക്ഷിക്കാനുള്ളതൊന്നും അല്ലത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടേതായ ചോദ്യം, അമ്മമാർക്ക് വലിയവർക്കൊക്കെ അതിൻ്റെതായിരിക്കുന്ന ചോദ്യം. സാമാന്യം ഇന്ന് പറഞ്ഞ കഥകൾ പറഞ്ഞതിനകത്ത് പൂതനയുടെ സഹോദരന്റെ പേരെന്താണെന്ന് ചോദിക്കും. കംസനല്ലാതെ ആരായിരുന്നു ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്തെഴുതും? എന്തോ പൂതന ആരുടെ സഹോദരിയാണ്? കംസന്റെ അല്ല. ഒരാളുണ്ടായിരുന്നു, എന്തോ ഒരു അസുരനായിരുന്നല്ലോ. ഈ എന്നെ കഴിയുമ്പോൾ ഒരു 10-25 കാര്യങ്ങളിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അലറി പറഞ്ഞ കാര്യമാണ്. നരകാശ് ആരത് പറഞ്ഞ് വന്ന സമ്മാനത്തെ അത് മുമ്പേ പോലെ സമ്മാനം ഇങ്ങനെ ഉണ്ടിയിരിക്കുമായിരുന്നു. എന്താ പേര്? സുധീർ. സുധീർ എന്ന ചേർന്ന എല്ലാവരും കൈയടിച്ച്. അതോടൊപ്പം തന്നെ ഒരാൾക്കുള്ള ഒരു സമ്മാനമുണ്ട്. ആനന്ദ്. ആനന്ദിന് ഒരു ഭഗവാനെ തന്നെയാണ് നൽകുന്നത്. ആനന്ദിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? എത്ര പേര് നുറി അടിക്കാൻ നോക്കിയെന്നറിയാം. പക്ഷെ ആർക്കും ഭഗവാൻ ചാൻസ് കൊടുത്തില്ല. ആനന്ദമുള്ള ആനന്ദിനെ. ആനന്ദ് എത്ര പഠിക്കുന്നത്? 6. ഏത് സ്കൂളാണ്? സെന്റ് അഗസ്റ്റിൻ സ്കൂൾ. എവിടാണ്? ഇവിടെ അടുത്ത് തന്നെ, അരൂര്. ആനന്ദിന്റെ അച്ഛനും അമ്മയോടെ ഉണ്ടോ? വന്നിട്ടില്ല. നാളെ അവരെ കൂടെ വിളിച്ചോണ്ട് വേണം പറയാൻ കേട്ടോ. ഇന്ന് സമ്മാനം മേടിക്കാൻ അച്ഛനും അമ്മയും 2 സൈഡിൽ നിർത്തി നിങ്ങൾക്ക് 3 പേർക്കൂടെ സമ്മാനം മേടിക്കാമായിരുന്നു. ഇത് ഭഗവാൻ പരമേശ്വരനെയാണ് നൽകുന്നത്. ഭഗവാൻ പരമേശ്വരനെ തന്നെ നൽകി എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകട്ടെ. വിദ്യയുടെ ദേവതയാണ് പരമേശ്വരൻ. നമോ ഭഗവതി ദക്ഷിണാമൂർത്തിയെ മഹ്യം മേധാം പ്രജ്ഞാ പ്രയച്ച സ്വാഹ എന്ന് ദക്ഷിണാമൂർത്തിയോട് പ്രാർത്ഥിക്കുന്നതാണ്. നാളെ ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ മേടിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സാധിക്കണം. അതിന് കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയ്ക്ക് പങ്കെടുക്കണം. ആനന്ദും പങ്കെടുക്കണം. ആനന്ദിന്റെ കൂട്ടുകാരെ പങ്കെടുപ്പിക്കണം. അമ്മയും അച്ഛനും നിർബന്ധമായിട്ട് അമ്പലത്തിൽ വരാൻ പറയണം കേട്ടോ. ഉറപ്പാണോ? ഉറപ്പാണ്. ആനന്ദിന് വേണ്ടിയിട്ട് ഒരു കയ്യടിയോടുകൂടി നമ്മൾ ഈ സമ്മാനം ആനന്ദിന് കൊടുക്കും. ഇനി നമുക്ക് നാമജപമാണ്. നാമജപത്തോടു കൂടി ഈ ഭഗവാനെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. കേട്ടോ മോൻ ആനന്ദേ, ഭഗവാനെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഭഗവാന്റെ ഏത് മന്ത്രം ജപിക്കും? ഏത് മന്ത്രം ജപിക്കണ്ടേ? ശിവനാണ്. ശിവനാണെന്ന് മനസ്സിലായി. ഇനി ഏത് മന്ത്രം ജപിക്കണ്ടേ? ഒരു മന്ത്രം എഴുതിത്തരാം. ദക്ഷിണാമൂർത്തി മന്ത്രം. വിദ്യ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ്. ആ മന്ത്രം എന്നും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ആ ഭഗവാൻ ഒരിക്കൽ പോയി തൊഴുത് ആ ദക്ഷിണാമൂർത്തി മന്ത്രം ജപിച്ച് നന്നായി പഠിച്ച് മിടുക്കാനായിട്ട് നമുക്കിനി നാം ചെയ്യും.